സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! എന്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ചു മോഹിച്ചു പോകുന്നു. എന്റെ ഹൃദയവും എന്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. കുരികിൽ ഒരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എന്റെ രാജാവും എന്റെ ദൈവവുമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. നിന്റെ ആലയത്തിൽ വസിക്കുന്നവൻ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികൾ ഉണ്ട്. കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരുന്നു. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. യാക്കോബിന്റെ ദൈവമേ, ചെവിക്കൊള്ളണമേ. ഞങ്ങളുടെ പരിചയായ ദൈവമേ, നോക്കണമേ. നിന്റെ അഭിഷക്തന്റെ മുഖത്തെ കടാക്ഷിക്കണമേ. നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. യഹോവ കൃപയും മഹത്വവും നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. സൈന്യങ്ങളുടെ യഹോവേ, നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. സൈന്യങ്ങളുടെ യഹോവേ, നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യാവസ്ഥ എന്ന് പറയുന്നത് പിതാവായ ദൈവം നമ്മുടെ പിതാവായി കൂടെ ഉള്ളതാണ്. പിതാവായ ദൈവം നമുക്ക് യേശു ക്രിസ്തുവിനെ നൽകിയതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷവും സൗഭാഗ്യവും. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് പിതാവായ ദൈവം നമ്മുടെ കൂടെ ഉള്ളതാണ്. ഇന്ന് ഇത്രയും പേർക്ക് കൂടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നുവല്ലോ. എല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പ്രത്യേകിച്ച് തൃശ്ശൂരിൽ നിന്ന് അമ്പലക്കാല ഉപ്പാപ്പന്റെ കൊച്ചുമോളും കുടുംബവും നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓൺ ദ വേ എനിക്ക് തോന്നുന്നു നമ്മുടെ ജീച്ചാൻ ട്രെയിനിൽ ആണ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇപ്പോൾ ഒരു ചെറിയൊരു പാട്ട് കേൾക്കാം. ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തോട്ടെ. നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. എല്ലാം എല്ലാം ദാനമല്ലേ, ഇതൊന്നും എന്റേതല്ല. എല്ലാം എല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. ജീവനും ജീവനിയോഗങ്ങളും പ്രാണനും പ്രാണപ്രഭാവങ്ങളും, ജീവനും ജീവനിയോഗങ്ങളും പ്രാണനും പ്രാണപ്രഭാവങ്ങളും നാദാനിൻ ദിവ്യമം ദാനങ്ങളല്ലേ, ഇതൊന്നും എന്റേതല്ല. നാദാനിൻ ദിവ്യമം ദാനങ്ങളല്ലേ, ഇതൊന്നും എന്റേതല്ല. എല്ലാം എല്ലാം ദാനമല്ലേ, ഇതൊന്നും എന്റേതല്ല. എല്ലാം എല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. നിമിഷങ്ങളിൽ ഓരോ നിമിഷങ്ങളിൽ എന്നെ പൊതിയുന്ന നിൻ ജീവകിരണങ്ങളും, നിമിഷങ്ങളിൽ ഓരോ നിമിഷങ്ങളിൽ എന്നെ പൊതിയുന്ന
തരുന്ന സ്നേഹവും ദാനമല്ലേ. എല്ലാം എല്ലാം ദാനമല്ലേ. ഇതൊന്നും എൻ്റേതല്ല. എല്ലാം എല്ലാം തന്നതല്ലേ. ഇതൊന്നും ഞാൻ നേടിയതല്ല. എല്ലാം എല്ലാം ദാനമല്ലേ. ഇതൊന്നും എൻ്റേതല്ല. എല്ലാം എല്ലാം തന്നതല്ലേ. ഇതൊന്നും ഞാൻ നേടിയതല്ല. എല്ലാം എല്ലാം ദാനമല്ലേ, ഇതൊന്നും നമ്മുടേതല്ല എന്നുള്ള അനുഗ്രഹീതമായ ഗാനം പാടിയത് നമ്മുടെ വടശ്ശേരിക്കര അപ്പച്ചന്റെ കൊച്ചുമോൾ മേബിൾ ആണ്. അവർ ബാംഗ്ലൂരിൽ താമസിക്കുന്നു. ദൈവം മേബിളിനെ അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് നേരത്തെ പാടി എനിക്ക് അയച്ചു തന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം അത് പ്രോപ്പർലി പ്ലേ ചെയ്യാൻ സാധിച്ചില്ല. എന്നാൽ ഇന്ന് എല്ലാവരും മോളെ കാണുകയും അതുപോലെ തന്നെ കേൾക്കുകയും ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമുക്ക് തന്നിട്ടുള്ളതെല്ലാം ദാനമാണ്. എന്നാൽ വ്യക്തമായി പറയുന്നു, ആ ദാനങ്ങളിൽ ആശ്രയിക്കാതെ ദാനദാതാവായ ദൈവത്തിൽ മാത്രം ആശ്രയമായി മുൻപോട്ട് പോകുവാൻ നമുക്ക് കഴിയണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. വളരെ സന്തോഷം. ഇന്ന് 26 ഐഡികൾ നമ്മുടെ കൂടെയുണ്ട്. ദാറ്റ് മീൻസ് 26 ഫാമിലികൾ നമ്മോട് കൂടെയുള്ളതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രാർത്ഥനയ്ക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങൾ എല്ലാവരെയും ദൈവം ബലപ്പെടുത്തട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമുക്കൊരു അല്പസമയം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ചെലവഴിക്കാം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഐ റിക്വസ്റ്റ് എറണാകുളത്തെ ഉപ്പാപ്പൻ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ലീഡ് ചെയ്യുന്നതായിരിക്കും. ഉപ്പാപ്പ അൺമ്യൂട്ട് ചെയ്യണേ. ഇപ്പൊ കേൾക്കാം. 3-4 അടി അടിക്കാം, ശരിയാക്കി. മഹാകാരുണ്യവാൻ നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, സന്ധ്യയുടെ യാമത്തിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾക്ക് കുടുംബമായി വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, വിവിധ സാഹചര്യങ്ങളിൽ നിന്ന് കർത്താവെ നിന്റെ സന്നിധിയിൽ ഒന്നിച്ചു കൂടുവാൻ, എങ്കിലേക്ക് ഞങ്ങളുടെ കണ്ണുകളെ ഉയർത്തുവാൻ ദൈവമേ നീ അനുഭവിച്ചു എന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, ലോകത്തിലേക്ക് ഞങ്ങൾ നോക്കുമ്പോൾ കർത്താവെ, എല്ലാം ഒരു പ്രയാസത്തിന്റെ ഘട്ടത്തിൽ കൂടെ കടന്നു പോകുന്നു. രോഗപീഠകളാൽ അനേകങ്ങൾ വിഷമിക്കുന്നു. ശ്വാസം കിട്ടാതെ അനേകങ്ങൾ വിഷമിക്കുന്നു. നിത്യവൃത്തിക്ക് കഴിവില്ലാതെ അനേകങ്ങൾ വിഷമിക്കുന്നു. കർത്താവെ, ഇതിനൊക്കെ ഒരു പരിഹാരം നീ ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു പ്രത്യാശയാകുന്നുവല്ലോ. ഏതവസ്ഥയിലും, ജീവിതത്തിന്റെ ഏതവസ്ഥയിലും നീ ഞങ്ങളോട് കൂടെയുണ്ട് എന്ന് ഇന്നും ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നിന്റെ യാഗപീഠങ്ങളെ ശരണമാക്കിക്കൊണ്ട് കർത്താവെ, ഞങ്ങളുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കർത്താവെ നിനക്ക് സൗരഭ്യമുള്ള വാസനയുള്ള യാഗമായി തീരുവാൻ തക്കവണ്ണം ഇടയാക്കണമേ. തലവണക്കിയിരിക്കുന്ന ഓരോരുത്തരെയും അവരുടെ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും ഒക്കെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗപീഠകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഒക്കെയും കർത്താവെ നിന്റെ ദൂതങ്ങളെ കാവൽ ചെയ്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും നീ ഒന്നിച്ച് കാണുന്നവനാകുന്നുവല്ലോ, അനുഗ്രഹിക്കുന്നവനാകുന്നുവല്ലോ, ഞങ്ങളെ വഴി നടത്തുന്നവനാകുന്നുവല്ലോ. ഇതുവരെ നടത്തിയ കൃപകൾക്കായി സ്തോത്രം. ഇന്നത്തെ ഞങ്ങളുടെ കൂടി ഒരു അനുഗ്രഹമാക്കി തീർക്കണം. നിന്നിൽ നിന്ന് ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ അനുഗ്രഹമായി ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനം ഉണ്ടാക്കുവാൻ ഉതകുവാൻ ദൈവമേ ഇടയാക്കണമേ. അതിനുവേണ്ടി പൈതലിനെ എടുത്ത് ഉപയോഗിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ, ക്ഷീണത്താൽ
ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവേ നിന്റെ സൗഖ്യവും സമാധാനവും കൊടുത്ത് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ സഭാവിഭാഗങ്ങളെയും ഞങ്ങളുടെ രാജ്യം ഭരിക്കുന്നവരെയും ഒക്കെ ഓർക്കുന്നു കർത്താവേ. നിന്റെ ദർശനം അവർക്ക് കൊടുത്ത് കർത്താവെ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ കൃപകളാൽ ഞങ്ങളെ പരിപാലിക്കണമേ, അനുഗ്രഹിക്കണമേ. വാർദ്ധക്യത്തിലിരിക്കുന്നവരെ നീ കാത്തോളണമേ. പ്രിയ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചവർക്ക് കർത്താവെ നിന്റെ ധാരാളമായ കൃപകളും നന്മകളും കൊടുത്ത് ഈ കുടുംബജീവനം നയിപ്പാനും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ സൂക്ഷിക്കണമേ. യേശു മശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഉത്തരമരുളുമാറാകണമേ. ഇന്ന് നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ദിവസമാണല്ലോ. എല്ലാ ദിവസവും ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹിക്കപ്പെട്ട ദിവസം തന്നെയാണ്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമുക്ക് വചന ശുശ്രൂഷ നൽകുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട നമ്മുടെ അഡ്വക്കേറ്റ് മനോജ് വി ജോർജ് ആണ്. അദ്ദേഹം സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ, നമ്മുടെ ഉന്നത കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നു. നല്ല ഒരു അഡ്വക്കേറ്റ് ആണ്, നല്ലൊരു വിശ്വാസിയാണ്. വേദപുസ്തകം എടുത്തുകൊണ്ട് കോർട്ടിൽ വാദിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടെയാണ്. അങ്ങനെ ദൈവം നൽകിയിരിക്കുന്ന അവസരങ്ങളൊക്കെ എല്ലാ മേഖലകളിലും നല്ല ഭംഗിയായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് മനോജ് ജോർജ്. നമ്മുടെ കാതേട്ട് കുടുംബത്തിന്റെ അല്ലെങ്കിൽ കൈപ്പള്ളി കുടുംബത്തിന്റെ ഒരു അഭിമാനമാണ് മനോജ് വി ജോർജ്. അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ദൈവിക ശുശ്രൂഷയാണ്. നമ്മുടെ മിക്കവാറുമുള്ള എല്ലാ സഭകളും, ക്രിസ്തീയ സഭകളും, ചെറുതും വലുതുമായ എന്തെങ്കിലും ചെറിയ ഇഷ്യൂസ് അല്ലെങ്കിൽ വലിയ ഇഷ്യൂസ് എല്ലാം ഡൽഹിയിൽ മനോജ് ഉണ്ട് എന്നുള്ള ആ ഒരു വലിയൊരു വിശ്വാസത്താലാണ് സഭകളൊക്കെ മുമ്പോട്ട് പോകുന്നത്. സഭകളും രാഷ്ട്രീയ കക്ഷികളും ഒക്കെ അങ്ങനെ എല്ലാ മേഖലകളിലും നല്ല ഒരു പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് മനോജ് ജോർജ്. ഞങ്ങൾക്ക് ഒരുമിച്ച് പല സമയങ്ങളിലും ഒക്കെ കാണുവാനൊക്കെ ദൈവം അവസരം നൽകിയിട്ടുണ്ട്. ഞാൻ എറണാകുളത്തായിരിക്കുമ്പോൾ മനോജ് പഠിച്ചിരുന്ന മഹാരാജാസ് കോളേജിൽ പോയ അതൊക്കെ ഞാൻ ഓർക്കുന്നു. ഡൽഹിയിലായിരിക്കുമ്പോൾ ഡൽഹിയിൽ വന്ന് 2-3 ദിവസം അവരോടൊപ്പം താമസിച്ചതൊക്കെ ഞാൻ ഓർക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് തരുന്ന താലന്തുകൾ നമ്മുടെ ഏത് മേഖലകളിലും പ്രതിഫലിപ്പിക്കുവാൻ തക്കവണ്ണം നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാം നല്ല ഭംഗിയായി ശ്രമിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ജോലി ചെയ്യുന്നത് ഒരു അക്രൈസ്തവ കമ്പനിയിലായിരിക്കാം. പക്ഷേ നമ്മുടെ ജോലി കണ്ടുകൊണ്ട് ഈ അക്രൈസ്തവർ ഇവൻ യേശുവിന്റെ മകനാണ്, പുത്രനാണ് എന്ന് പറയുവാൻ തക്കവണ്ണം നമ്മുടെ മുഖത്തുകൂടെ പ്രവൃത്തികളിലൂടെ അത് പ്രതിഫലിപ്പിക്കണം. അങ്ങനെ ഒരു അനുഗ്രഹീതമായ ഒരു ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അഡ്വക്കേറ്റ് മനോജ് വി ജോർജ്. അദ്ദേഹത്തിന്റെ ഭാര്യ ശില്പ, അതും ഒരു അഡ്വക്കേറ്റ് ആണ്. ചില സമയത്ത് മനോജ് ചില ഏരിയകളിലൊക്കെ വിഷമം വരുമ്പോൾ തൻ്റെ ഭാര്യയുടെ ഉപദേശമാണ് നേടാറുള്ളത്. കാരണം ചില കാര്യങ്ങളിലൊക്കെ ഒരു അംഗീകാരം അഡ്വക്കേറ്റിൽ നിന്ന് വാങ്ങാറുണ്ട് അവർ അഡ്വക്കേറ്റ്. കൂടാതെ അദ്ദേഹത്തിന്റെ സഹോദരിയും ഒരു അഡ്വക്കേറ്റ് ആണ്. അതൊരു കുറച്ചുകൂടെ ഒരു വളർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം അഡ്വക്കേറ്റേഴ്സിനെയൊക്കെ പഠിപ്പിക്കുന്ന ഒരു അഡ്വക്കേറ്റ് ആണ് നമ്മുടെ ശ്രീമതി മഞ്ജു. ഇന്ന് നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥന ചെയ്തത് പ്രിയപ്പെട്ട എറണാകുളത്തെ ഉപ്പാപ്പനാണ്. ഈ ഞങ്ങളുടെ ഇപ്പോഴത്തെ അപ്പച്ചന്മാരിൽ ഏറ്റവും മുതിർന്ന അപ്പച്ചനാണ് ഞങ്ങളുടെ ഉപ്പാപ്പൻ. ആ ഉപ്പാപ്പന്റെ 2 മക്കളാണ് മനോജും മഞ്ജുവും. മഞ്ജു ആയിരുന്നു 84-ാം സങ്കീർത്തനം വായിച്ചത്. ഇന്നിപ്പോൾ വചന ശുശ്രൂഷ നിർവഹിക്കാൻ പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മനോജാണ്. മനോജിനെ കുറിച്ച് പറയുമ്പോഴേ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാൽ നിങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ ഒരു കാര്യം ക്ഷമയോടെ കാത്തിരിക്കണം. ഒരു കുറ്റവാളിയെ എങ്ങനെയാണോ നോക്കുന്നത് ആ ഒരു പെർസ്പെക്റ്റീവിൽ നമ്മെ നോക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ വളരെ ക്ഷമയോടെ ദൈവവചനത്തെ കാത്തിരിക്കുക. ഒരു ക്രമീകൃതമായി നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകുന്നതിന് ഒരു വാണിംഗ് എപ്പോഴും നമുക്ക് നല്ലതാണ്. ക്രിസ്തീയ ജീവിതത്തിൽ എപ്പോഴും വാണിംഗ് നല്ലതാണ്. ഇന്നത് ചെയ്യരുത്, ഇന്നത് നോക്കരുത് എന്നുള്ള ഒരു വാണിംഗ്, ഇതുപോലെ ചെയ്യുക എന്നുള്ളൊരു വാണിംഗ് എപ്പോഴും നല്ലതാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള വാണിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളത് തീർച്ചയായിട്ടും അത് മനസ്സിലാക്കി ഗ്രഹിപ്പാൻ തക്കവണ്ണം ഇടവരുത്തട്ടെ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇപ്പോൾ വചന ശുശ്രൂഷയ്ക്കായി പ്രിയപ്പെട്ട മനോജിനെ ക്ഷണിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ.
ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് കുടുംബക്കാരോട് പ്രസംഗിക്കുക എന്നുള്ളതാണ്. പുറത്തുള്ളവരോട് നമുക്ക് പ്രസംഗിക്കാം, കുടുംബക്കാർ നമ്മുടെ പ്രവൃത്തി കണ്ടവരാണ്. അപ്പോ പ്രവൃത്തിയില്ലാത്ത പ്രസംഗം ചെയ്യുന്നവനെ എത്രയും പെട്ടെന്ന് മ്യൂട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു വലിയ ഗ്രൂപ്പിനോടാണ് ഞാൻ സംസാരിക്കുന്നത് എന്നുള്ള തീർച്ചയായുള്ള ബോധ്യം എനിക്കുണ്ട്. അതിൻ്റെതായ വിഷമതകളുമുണ്ട്. എങ്കിലും നബി പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദിയൊക്കെ പറയുമ്പോൾ ഭയങ്കര ഔപചാരികതയായി പോകും. നമ്മളൊരു കുടുംബമായി കൂടി വരുമ്പോൾ എങ്കിലും ഒരു പ്രാർത്ഥന യുടെ അവസരങ്ങളിലായിരിക്കുമ്പോൾ ദൈവവചനത്തിന് മുമ്പിൽ എവിടെ ഇരുന്നാലും എപ്പോ ഇരുന്നാലും ഇന്നലെ പറഞ്ഞതുപോലെ നമ്മൾ ആരോട് റിലേറ്റഡ് ആണ് എന്നുള്ളതല്ല, കർത്താവിനോടുള്ള റിലേഷനിലാണ് നമുക്കൊരു കുഞ്ഞാടിന്റെ കല്യാണത്തിന് ഉള്ള വിളി കിട്ടുന്നത് എന്ന് ഇന്നലെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇന്ന് ഞാൻ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വായനയായിട്ട് എടുത്തിരിക്കുന്ന ഭാഗം, റീ റീഡിങ് ഓഫ്, എല്ലാവർക്കും കാണാൻ, നമ്മുടെ മേബിളിനും എല്ലാവർക്കും അറിയാവുന്ന ഒരു ഒരു ഭാഗമാണ് സാംസ് 23, 23-ാമത്തെ സങ്കീർത്തനം. അതിപ്പോ പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അത് മനഃപ്പാഠമായിട്ട് പറയും. ബിക്കോസ് വി ഓൾ ലേൺഡ് ഇറ്റ് ബൈ ഹാർട്ട്. എന്നാൽ എനിക്ക് ഇന്ന് ആവശ്യപ്പെടാനായിട്ടുള്ളത്, നമ്മൾ ഇതൊന്ന് പുനർവായന ചെയ്യാനായിട്ട് പോവുകയാണ്. വി ആർ ഗോയിങ് ടു റീറീഡ് ഇറ്റ് വിത്ത് എ ലിറ്റിൽ ഡിഫറൻസ്. അപ്പോൾ എല്ലാവർക്കും 23-ാമത്തെ സങ്കീർത്തനം എടുക്കാം. അവിടെ ചെറിയ റീപ്ലേസ്മെന്റ്സ് നമ്മൾ ചെയ്യുന്ന വായിക്കാനായിട്ട് ശ്രമിക്കുക. അതായത് എന്റെ എന്ന് ഉപയോഗിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും സങ്കീർത്തനക്കാരൻ യഹോവ എന്റെ ഇടയനാകുന്നു എന്ന് പറയുന്നിടത്ത് എന്റെ നിങ്ങൾ മാറ്റി നിങ്ങളുടെ പേര് അവിടെ ഉപയോഗിക്കുക. യഹോവ എബിയുടെ ഇടയനാകുന്നു, എബിക്ക് മുട്ടുണ്ടാകുകയില്ല. അടുത്ത വായിക്കുമ്പോൾ പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ മനോജിനെ കിടത്തുന്നു, സ്വസ്ഥയുള്ള വെള്ളത്തിനരികത്തേക്ക് മനോജിനെ നടത്തുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും ചേർന്ന് നമ്മൾ വായിക്കാൻ പോകണം. യു ആർ ഗോയിങ് ടു റീപ്ലേസ് എന്നെ എന്നുള്ള ഇത് നമ്മുടെ പേര് അവിടെ പറഞ്ഞ് നമ്മൾ വായിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ വായിച്ചാൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവോ എന്ന് നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. വി ആർ ജസ്റ്റ് ഡൂയിങ് an exercise. വായിക്കാം. യഹോവ പച്ചയായ മനോജിനെ കിടത്തുന്നു, വെള്ളത്തിനരികത്തേക്ക് മനോജിനെ നടത്തുന്നു, മനോജിന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം മനോജിനെ നീതിപാതകൾ നടത്തുന്നു. ഓരോ താഴ്വരയിൽക്കൂടെ നടന്നാലും മനോജ് ഒരു അനർത്ഥവും ഭയപ്പെടുകയും ഈ മനോജിനോടുകൂടി ഇരിക്കുന്നുവല്ലോ, വടിയും കോലും മനോജിനെ ആശ്വസിപ്പിക്കുന്നു. മനോജിന്റെ ശത്രുക്കൾ കാണുക നീ മനോജിന് ബലിതൊരുക്കുന്നു, മനോജിന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, മനോജിന്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും മനോജിന്റെ ആയുഷ്കാലമൊക്കെയും മനോജിനെ പിന്തുടരും. മനോജ് യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഇത് എന്റെ ഒരു എളിയ അഭിപ്രായം. ഇങ്ങനെ നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ ദാവീദിന്റെ ഒരു സങ്കീർത്തനമല്ല, മനോജിന്റെ, ജോർജിന്റെ, തോമസിന്റെ, വർഗീസിന്റെ സങ്കീർത്തനമായി ജീവിതത്തിൽ ഇത് മാറണം. ഇതാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പങ്കിടാനായിട്ടുള്ളത്. വി ആർ ഗോയിങ് ടു ഇംബൈബ് this particular psalm as our psalm. ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനമായി പണ്ട് എഴുതിയതിനെ ഇന്ന് നമ്മൾ പഠിക്കുക എന്നുള്ളതല്ല. എന്റെ ജീവിതാനുഭവങ്ങളിൽ യഹോവ എന്റെ ഇടയനാണോ, മനോജിന്റെ ഇടയനാണോ? യഹോവ എന്റെ ഇടയനാകുമ്പോൾ ഞാൻ ആരാണ്? ഞാൻ യഹോവയുടെ ആടാണ്. ഇടയനും ആടും എന്നുള്ള ഒരു സാങ്കല്പികതയാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. യഹോവ എന്റെ ഇടയനാണെങ്കിൽ ഞാൻ യഹോവയുടെ ആടാണ്, ഇടയന്റെ ശബ്ദം കേൾക്കുന്നയാളാണ്. ഏത് പുസ്തകത്തിൽ കർത്താവായ യേശുക്രിസ്തു പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട്, എന്റെ ആലയിലില്ലാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്, ഞാൻ നല്ല ഇടയനാകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതിന്റെ വെളിച്ചത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം. യഹോവ എന്റെ ഇടയനും ഞാൻ അവന്റെ ആടുമായി പറയുമ്പോൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും,
എനിക്ക് മനോജിന് മുട്ടുണ്ടാകുകയില്ല. This is a declaration that we are giving to the entire world. എനിക്കിതിനകത്ത് ഏറ്റവും ഞാൻ അത് മുഴുവൻ വായിച്ചു വരാം. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. അത് ഒരു പച്ചയായ പുൽപ്പുറം എന്നൊക്കെ പറയുമ്പോൾ ഇതിനെ ഒരു ഇസ്രായേലിന്റെ ജോഗ്രാഫിക്കൽ കണ്ടസ്റ്റിൽ വെച്ച് വേണം കാണാനായിട്ട്. നമ്മുടെ നാട്ടിൽ കാണുന്ന കുറെ പച്ച പോച്ച നിറഞ്ഞ പുൽപ്പുറങ്ങളല്ല. ഇറ്റ്സ് വെരി വെരി സ്കേഴ്സ്ലി ഗ്രീൻ ആയിട്ടുള്ള സ്ഥലമാണ് ഇസ്രായേലിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തെളിയത്. ഇപ്പൊ പച്ചയായ പുൽപ്പുറങ്ങളിൽ അവിടെ കഴിക്കാനായിട്ട് പുല്ല് കഴിക്കാൻ കൊണ്ടുവന്ന് മാത്രമല്ല കിടത്തിയാണ്. ഈസ് നോട്ട് ജസ്റ്റ് ഫോർ ഫുഡ് ബട്ട് ഈവൻ ഫോർ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആഹാരവും കഴിച്ച് വീണ്ടും റെസ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എന്നെ കൊണ്ടുവരികയാണ്. സ്വസ്ഥയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുകയാണ്. സ്റ്റിൽ വാട്ടേഴ്സ്, നോട്ട് അറ്റ് റഫ് ആൻഡ് റണ്ണിംഗ് വാട്ടേഴ്സ്, ടു സ്റ്റിൽ വാട്ടേഴ്സ് ഈസ് ലീഡിങ് മീ. അവൻ എന്റെ പ്രാണനെ തണുപ്പിക്കുന്നു. അതിനകത്തുള്ള ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ട്രാൻസ്ലേഷൻ, he restores my inner person. He restores my inner person. ഇത് മൊത്തം ഞാൻ മുഴുവൻ വായിച്ച് ഇരുന്നില്ല. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ചില വേർബ്സ് ഉണ്ട്. ഈ ഇടയൻ ഈ ആടിനെ എങ്ങനെ നടത്തി കിടത്തി എന്നൊക്കെയുള്ളത് ഉപയോഗിച്ചിരിക്കുന്ന ചില പദങ്ങളാണ്. അവൻ എന്നെ കിടത്തുന്നു, അവൻ എന്നെ നടത്തുന്നു, അവൻ എന്നെ തണുപ്പിക്കുന്നു, അവൻ എന്നെ ആശ്വസിപ്പിക്കുന്നു, അവൻ എനിക്ക് വിരുന്നൊരുക്കുന്നു, അവൻ എന്നെ അഭിഷേകം ചെയ്യുന്നു. ഇത്രയും സംഭവങ്ങളാണ് ഈ ഇടയനും ഈ ആടുമായുള്ള ബന്ധത്തിൽ സങ്കീർത്തനക്കാരൻ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. എന്നെ കിടത്തുന്നു. എവിടെ? പച്ചയായ പുൽപ്പുറങ്ങളിൽ എന്നെ കിടത്തുന്നു. എന്നെ നടത്തുന്നു. എവിടെ? സ്വസ്ഥയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. തണുപ്പിക്കുന്നു. എന്താണ് തണുപ്പിക്കുന്നത്? എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, ആശ്വസിപ്പിക്കുന്നു. എവിടെയാണ് ആശ്വാസം ഉണ്ടാകുന്നത്? നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എവിടെയാണ് വിരുന്നൊരുക്കുന്നത്? എന്റെ ശത്രുക്കൾ കാണുക എനിക്ക് വിരുന്നൊരുക്കുന്നു. എവിടെയാണ് അഭിഷേകം നടക്കുന്നത്? എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. സോ ഒരു ഫിസിക്കൽ, ഒരു ബോഡി, മൈൻഡ് ആൻഡ് സോൾ, ശരീരത്തിനും മനസ്സിനും ആത്മാവിനെയും തണുപ്പിക്കുകയും അഭിഷേകം ചെയ്യുന്നതായിട്ടുള്ള ഒരു നല്ല ഇടയനെയാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ വരച്ചു കാട്ടുന്നത്. സോ നമ്മുടെ ശരീരത്തിന് ആവശ്യം, ബോഡിലി നീഡ്സ്, നമുക്ക് വിശ്രമം, ആഹാരം, സൗഖ്യം, ടു മൈ മൈൻഡ് നീഡ്സ്, ആശ്വാസം, വിരുന്നൊരുക്കുന്ന അവസ്ഥ, മൈ സ്പിരിച്വൽ നീഡ്സ്, എന്നെ അഭിഷക്തനാക്കുന്ന ഒരു അഭിഷേകം ചെയ്യുന്നതായിട്ടുള്ള ഒരു അവസ്ഥ. സോ ഇറ്റ് caters to my bodily, to my mind and to my spiritual needs. ബോഡി, മൈൻഡ് ആൻഡ് സോൾ ഇതിനെ കംഫർട്ട് ചെയ്യുന്നതായിട്ടുള്ള ഒരു ഇടയനെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. വാട്ട് മോർ ഈസ് റിക്വയർഡ്? ഇന്ന് കൊറോണയുടെയൊക്കെ ഒരു സാഹചര്യത്തിൽ നമ്മൾ അങ്ങ് പതറി നിൽക്കുകയാണ്. അമേരിക്കയിൽ ഇരിക്കുന്ന KC ജോൺ സാറിന് ഡൽഹിയിലെ കൊറോണയുടെ ഒരു സിറ്റുവേഷൻ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ ഓക്സിജന് വേണ്ടി ഒരു 10-15 ദിവസം നെട്ടോട്ടം ഓടുകയായിരുന്നു. എവ്രിബഡി വാസ് ഗാസ്പിംഗ് ഫോർ ബ്രെത്ത് ആൻഡ് വാസ് അബൌട്ട് ടു, ഓൾമോസ്റ്റ് എവ്രിബഡി വാസ് ഫേസിംഗ് എ ലൈഫ് ആൻഡ് ഡെത്ത് സിറ്റുവേഷൻ. ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിലാണ് സങ്കീർത്തനം നമ്മളൊന്ന് പുനർവായന ചെയ്യുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത്. അവിടെ പറയുന്നത് ഇങ്ങനെ കിടത്തുകയും നടത്തുകയും തണുപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും വിരുന്നൊരുക്കുകയും ചെയ്യുന്നവൻ ഒരു അഭിഷേകം ചെയ്ത് അഭിഷക്തനായി എന്നെ ഈ ജീവിത സാഹചര്യങ്ങളിലാക്കിയിരിക്കുമ്പോൾ എനിക്ക് ലോകത്തോട് വിളിച്ചു പറയാനുള്ളത്, യഹോവ എന്റെ ഇടയനാകുന്നു. എന്റെ ഉടമസ്ഥൻ യഹോവയാണ്. എന്നെ നടത്തുന്നവൻ യഹോവയാണ്. എന്നെ കിടത്തുന്നവൻ യഹോവയാണ്. എന്റെ മനസ്സിനെ ആശ്വസിപ്പിക്കുന്നവൻ യഹോവയാണ് എന്ന് പറയുമ്പോൾ സങ്കീർത്തനക്കാരനോട് ചേർന്ന് പറയണം, കൂടുതൽ താഴ്വരയിൽ കൂടി നടന്നാലും ഒരനർത്ഥവും ഞാൻ ഭയപ്പെടുകയില്ല. ഡെത്ത് ഡാർക്ക് റവൈൻസ് എന്നാണ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ പറയുന്നത്. കൂടുതൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണം. ഹി ഈസ് നോട്ട് സേയിങ് ഞാൻ നിന്നെ കൂടുതൽ താഴ്വരയുടെ മേളിൽ കൂടി കൊണ്ടുപോകാം എന്നല്ല. ഐ വിൽ നോട്ട് ടേക്ക് യു ഓവർ ദ വാലി എന്നല്ല പറയുന്നത്. ഐ വിൽ നോട്ട് ടേക്ക് യു അറൌണ്ട് ദ വാലി. നീ ഈ കൂടുതൽ താഴ്വര മാറ്റി ഇതിനെ ചുറ്റിക്കൊണ്ട് ഞാൻ നിന്നെ കൊണ്ടുപോകാം എന്നല്ല പറയുന്നത്. ഈ കൂടുതൽ താഴ്വര ഇല്ലാതാക്കിക്കൊണ്ട് നിന്നെ കൊണ്ടുപോകാം എന്നല്ല പറയുന്നത്. എന്നാൽ ഇവിടെ പറയുന്നത് കൂടുതൽ താഴ്വരയിൽ കൂടി നീ നടന്നാലും, കൂടുതൽ താഴ്വരയിൽ കൂടി നടന്നാലും ഒരർത്ഥവും ഭയപ്പെടുകയില്ല. എന്തെന്നാൽ നീ എന്നോട് കൂടെ ഇരിക്കുന്നല്ലോ.
So the experience of this world is to pass through this dark valley. ഈ ഇരുട്ട് നിറഞ്ഞ കൂരിൽ തേടുന്ന താഴ്വരകൾ മാറ്റണമേ എന്നുള്ള പ്രാർത്ഥനയല്ല നമ്മൾക്ക് ഈ കൊറോണ കാലഘട്ടത്തെ പ്രാർത്ഥിക്കുവാനായിട്ടുള്ളത്. എന്നാൽ ദൈവമേ, ഈ കൂരിൽ താഴ്വരയുടെ അവസ്ഥയിൽ കൂടി ഞാൻ കടന്നു പോകുമ്പോൾ നീ എന്നോടുകൂടെ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല എന്നുള്ള ആശ്വാസമാണ് ഒരു ക്രൈസ്തവ ജീവിതത്തിൽ നമുക്ക് വെച്ച് പുലർത്തേണ്ടത്. അപ്പോഴാണ് പറയാൻ സാധിക്കുന്നത്, യഹോവ എന്റെ ഇടയനാകുന്നു, ഞാൻ അവന്റെ ആടാണ്, എനിക്ക് മുട്ടുണ്ടാകില്ല എന്നുള്ളത്. കൂരിൽ താഴ്വരയിലുള്ള ജീവിത അവസരങ്ങൾ ദൈവമേ മാറ്റിത്തരണമേ എന്നുള്ള പ്രാർത്ഥന നമുക്കൊന്ന് മാറ്റി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, കൂരിൽ താഴ്വരയിൽ കൂടി നടന്നു പോകുമ്പോൾ in that valley experience be with me and you will be with me. ഞാനൊരു അനർത്ഥവും, ഇംഗ്ലീഷ് ഉപയോഗിച്ചിരിക്കുന്ന ആ എക്സ്പ്രഷൻ വളരെ ബ്യൂട്ടിഫുൾ ആണ്. I will not fear any disaster. I will not fear any disaster. ഈ ഡിസാസ്റ്റർ എന്ന് പറയുന്നത്, ഇനി പറയുന്ന കൊറോണയൊക്കെ is termed as a disaster. അതുകൊണ്ടാണ് ഇന്ന് നമുക്ക് കേന്ദ്രത്തിലുള്ള ഒരു ആക്ടിന്റെ പേര് ദ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് എന്നാണ് പറയുന്നത്. എ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ഈ ഡിസാസ്റ്ററായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ഡിസാസ്റ്ററിന്റെ മധ്യത്തിലൂടെ ഞാൻ കടന്നു പോകും, എന്നാൽ ഞാനൊരു അനർത്ഥവും, എനിക്കൊരു അനർത്ഥവും പറ്റുകയില്ല, ഭവിക്കുകയില്ല, ഭയപ്പെടുകയില്ല. ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. ഐ വിൽ നോട്ട് ഫിയർ. ഇന്ന് ഈ ഡോക്ടേഴ്സ് പറഞ്ഞത്, എന്റെ ഒരു സ്നേഹിതൻ കൊറോണ പോസിറ്റീവായി ഹോസ്പിറ്റലിൽ കിടന്നു. അദ്ദേഹം ഒരു മിലിറ്ററി സെർവ് ചെയ്യുന്ന ഒരു മേജർ ജനറലാണ്. അദ്ദേഹം പറഞ്ഞു, one of the thing which my doctor told me, don't fear and don't sleep in the night. രാത്രിയിൽ നീ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ, നീ ഉറങ്ങിപ്പോയി നിന്റെ ആ സാച്ചുറേഷൻ ലെവൽ ഡിപ്പ് ചെയ്താൽ അറിയത്തില്ല, യു മേ ഡൈ. യു മേ കീപ് awake but not fear. അപ്പോ ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല എന്നുള്ള ഒരു ഭയപ്പെടുകയില്ല എന്നുള്ള ഒരു ഉറപ്പ്. കാരണം നീ എന്നോടുകൂടെ ഇരിക്കുന്നു. Who is with you is more than who is outside. നിന്നോടുകൂടെ ആയിരിക്കുന്നവൻ പുറമെയുള്ളവനേക്കാളും വലിയതല്ലോ. നീ എന്നോടുകൂടെ ഇരിക്കുന്നു. ഇതൊരു വലിയ പേഴ്സണൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. നീ എന്നോടുകൂടെ, ഞാനും നീയും കൂടെ ഈ കൂരിൽ താഴ്വര കടക്കും. ഈ ഒരു വലിയ വിശ്വാസത്തിൽ നിന്നുകൊണ്ടാണ് നമുക്ക് രോഗത്തെയും ദുഃഖത്തെയും വേദനകളെയും കാണുവാനായിട്ട് സാധിക്കുന്നത്. അവിടെ പറയുന്നത്, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു എക്സ്പ്രഷൻ, നിന്റെ വടിയും കോലും, യുവർ റോഡ് ആൻഡ് സ്റ്റാഫ് റീഅഷ്വർ മീ. ഞാൻ കൂരിലുള്ള ഒരു താഴ്വരയാണ്, കൂരിട്ടാണ്. അതൊരു താഴ്വരയുടെ എക്സ്പീരിയൻസ് ആണ്. The uncertain, the unknown, the unbelievable danger is hidden in this place. But there is an assurance. ചില വടിയും ചില കോലും നമ്മുടെ ജീവിതത്തിൽ വരുന്നത് is to reassure that God is there as a shepherd in your life. ഈ വടിയും കോലും എന്നുള്ള ഒരു എക്സ്പ്രഷൻ പലയിടത്തും ഉപയോഗിച്ചിരിക്കുന്നത്, വടി to protect from the enemies, കോല് to keep the shepherd, the sheep close to the shepherd. ഒരു ഹുക്കുള്ള ഒരു വടിയാണെന്നാണ് പറയുന്നത്. ഇസ്രായേലിലുള്ള ഷെപ്പേർഡ്സ് ഉപയോഗിച്ചിരുന്നത് വഴിതെറ്റി പോകുന്ന ആടിനെ വലിച്ച് ഇടയനോട് അടുപ്പിക്കുന്ന ഒരു വടി, ഒരു കോല്. ഈ കോല് ഉപയോഗിച്ച് ഇന്ന പെൻ, ഒരു കോല് ഉപയോഗിച്ചാണ് തന്റെ ആട്ടിൻകൂട്ടത്തിലുള്ള ആടിനെ ആട്ടിൻകൂട്ടത്തിലേക്ക് ആട്ടിടയൻ എണ്ണി കയറ്റുന്നത്. സോ ഇറ്റ് ഇസ് എ വെരി ക്ലോസ് ആൻഡ് പ്രോക്സിമേറ്റ് റിലേഷൻഷിപ്പ് ഓഫ് എ റോഡ് ആൻഡ് എ സ്റ്റാഫ്. ഇത് റീഅഷ്വർ ചെയ്യുന്നത്, ചില വലിച്ചിടുമ്പോൾ, ചില തെറ്റിപ്പോകുമ്പോൾ തലയ്ക്കൊരു അടി കിട്ടുന്നത്, ചിലപ്പോൾ നമ്മളെ ഡിസിപ്ലിൻ ചെയ്ത് തന്റെ കൂട്ടത്തിൽ നിർത്തി ഈ 99ന്റെ കൂട്ടത്തിലായിരിക്കുവാനാണ്. ഈ ഒന്ന് ഇത് ചിലപ്പോ വിട്ടുപോകുന്നു. അതിനെ തേടിപ്പോകുന്ന ദൈവസ്നേഹത്തെ കുറിച്ചാണ്, ക്രിസ്തുവിന്റെ സ്നേഹത്തെ കുറിച്ച് നമുക്ക് പറയാനും പ്രവർത്തിക്കാനും ആഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനുമായിട്ടുള്ളത്. പക്ഷെ ഇവിടെ പറയുന്ന ആട്ടിടയന്റെ വടിയും കോലും ഈ ഒരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് ആണ്, ഒരു റീഅഷ്വറൻസ് ആണ്. ജീവിതത്തിൽ വടിയും കോലും എപ്പോഴൊക്കെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടോ, ഒരു കാര്യം ദൈവമക്കളെ, എന്റെ പ്രിയ കുടുംബാംഗങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, ഇത്
he is reassuring that he is there behind you as your shepherd. നിന്റെ ജീവിതത്തിന്റെ കൂരലിന്റെ അവസരങ്ങളിൽ നിനക്ക് വടിയും കോലും നിന്റെ ചുറ്റുമുള്ളപ്പോൾ ഈ വലിയവനായ ദൈവം ഇടയന്റെ ശബ്ദം കേൾപ്പിക്കുന്നവനായി, നിന്നെ നടത്തുന്നവനായി, നിന്നെ കൊണ്ടുപോകുന്നവനായി, നിന്നെ കിടത്തുന്നവനായി, നിന്നെ തണുപ്പിക്കുന്നവനായി, നിന്നെ ആശ്വസിപ്പിക്കുന്നവനായി, നിനക്ക് വിരുന്നൊരുക്കുന്നവനായി, നിന്നെ അഭിഷേകം ചെയ്യുന്നവനായി നിന്നോട് കൂടെയുണ്ട് എന്നുള്ള റീഅഷ്വറൻസ് ആണ് ഈ വടിയും കോലും. So the rod is to protect from the enemy and the staff is to keep close to the shepherd. നിന്റെ വടിയും കോലും നിന്നെ ആശ്വസിപ്പിക്കുന്നു. മനോജിന്റെ ശത്രുക്കൾ കാണുകയും മനോജിന് ഒരു വിരുന്നൊരുക്കുന്നു. Setting a table before your enemies. Setting a table before your enemies is something very important. Table in biblical context is about reconciliation. വിരുന്ന് ഒരുക്കുന്ന ഒരു അവസരം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ കാണുമ്പോൾ അവിടെ കാണുവാനായിട്ട് സാധിക്കും, ഈ ശത്രുക്കളെയും കൊണ്ടുവന്നിരുത്തി ഒരു റെക്കൺസിലിയേഷന് വേണ്ടി ദൈവം ഒരുക്കുന്ന ഒരു വിരുന്നിന്റെ ഒരു അവസരവും അവിടെ ഇല്ല എന്ന് നമുക്ക് പറഞ്ഞുകൂടാ. അതുകൊണ്ട് ദൈവം നമുക്ക് പ്രതികൂലമായതിനെയൊക്കെ നമ്മളെ അനുകൂലമാക്കി നിർത്തുവാനായിട്ട് സാധിക്കുന്ന ഒരു വിരുന്നൊരുക്കുന്ന ഒരു പ്രക്രിയയിലൂടെ നല്ല ഇടയനായ യേശു നമ്മളെ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരാനായിട്ട് ഉദ്ദേശിക്കുന്ന വേറൊരു കാതലായ ഒരു അനുഭവ സാക്ഷ്യത്തിലേക്കാണ്. അതിലേക്ക് ഞാൻ വരികയാണ്. അതുകൊണ്ടാണ് ആ വാക്യം വിട്ട് ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞു തീർക്കാനായിട്ട് ശ്രമിക്കുക. അതുകൊണ്ട് ഇതിന്റെ പറഞ്ഞു വരുന്നത്, ഇതിന്റെ ലാസ്റ്റിലേക്ക് വരുമ്പോൾ 6ാമത്തെ വാക്യത്തിൽ പറയുന്നു, നന്മയും കരുണയും, ഗുഡ്നെസ് ആൻഡ് ഗ്രേസ് എവ്രിഡേ, ആയുഷ്കാലമൊക്കെയും പിന്തുടരുന്നു എന്ന് പറഞ്ഞാൽ തന്നെ പോകുന്നു എന്നല്ല, അതിന്റെ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ, വിൽ പെർസ്യൂ യു. നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരുന്നു. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. അപ്പോ നന്മയും കരുണയും ദീർഘകാലം ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടർന്ന് പാനപാത്രത്തിന്റെ ഒരു ഓവർഫ്ലോയിങ് എക്സ്പീരിയൻസിലേക്ക് നമ്മളെ നടത്തി തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്ത് നമ്മളെ നടത്തുന്നവനായ നല്ല ഇടയനെ തിരിച്ചറിയുക എന്നുള്ളതാണ് നമുക്ക് ഈ നാളുകളിൽ ചെയ്യാനായിട്ടുള്ളത്. ചിലപ്പോഴൊക്കെ നമ്മൾ അതുകൊണ്ടാണ് ആ വിട്ടുപോയ ആടിന്റെ ഒരു ചിന്താഗതി ഞാൻ പലപ്പോഴും അയച്ചിട്ട്, എന്തുകൊണ്ടായിരിക്കാം ഒരൊറ്റ ആട് വിട്ടുപോയത്? Maybe he may be slow. Second, he may be distracted. Third, he may be influenced. Fourth, he thought that he need to be alone. നമ്മുടെ ഇന്ന് ആട് ഒറ്റപ്പെടലുകൾ എല്ലാം ചിലപ്പോൾ അവൻ പാപം ചെയ്ത് ഒറ്റപ്പെട്ടു എന്ന് പറയാറുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതങ്ങളിൽ നമുക്കറിയാം, പാപം കൊണ്ട് മാത്രമല്ല ഒറ്റപ്പെടുത്തലുകൾ കൊണ്ട് ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോകാം. ചില സമയത്ത് നമ്മളുടേതായ പോരായ്മകൾ കൊണ്ട് ഒറ്റപ്പെട്ടു പോകാം. ചില സമയങ്ങളിൽ മറ്റുള്ളവർ മച്ച് ഫാസ്റ്റർ ദാൻ മീ, അതുകൊണ്ട് നമ്മൾ ഒറ്റപ്പെട്ടു പോകാം. ചിലപ്പോൾ നമ്മൾ ചിലതിനെ കണ്ട് ആകൃഷ്ടരായി അതിൽ മാത്രം നിന്ന് കൂട്ടം തെറ്റിപ്പോയതാകാം. അങ്ങനെ പലവിധ കാരണങ്ങളാൽ ഒറ്റപ്പെടുന്ന എന്ന് പറയുകയും ഒറ്റപ്പെടലിലൂടെ നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു ആടിനെ തേടി വരുന്ന ഒരു നല്ല ഇടയനെ നമ്മൾ സുവിശേഷങ്ങളിൽ വായിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ നല്ല ഇടയൻ ആയി നമ്മള് ഈ കർത്താവിനെ കാണുവാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത്, നമ്മളെ തിരഞ്ഞു വരുന്നതായിട്ടുള്ള ഒരു നല്ല ഇടയൻ. അപ്പോഴാണ് പറയുന്നത്, യഹോവ എന്റെ ഇടയനാകുന്നു. He is my shepherd. It's an absolute ownership of the sheep and the shepherd. ഷെപ്പേർഡിന്റെ പ്രോപ്പർട്ടിയാണ് ഷീപ്പ്. ഷെപ്പേർഡിന്റെ പ്രോപ്പർട്ടിയാണ് ഷീപ്പ്. ഇത് ഞാൻ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ പറയുമ്പോൾ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ, വാട്ട് ഈസ് എ പ്രോപ്പർട്ടി? പ്രോപ്പർട്ടി ഈസ് എ ബണ്ടിൽ ഓഫ് റൈറ്റ്സ്. ഏത് ബണ്ടിൽ ഓഫ് റൈറ്റ്സിനെയും പ്രോപ്പർട്ടി എന്ന് വിളിക്കാം. അതിന് മൂവബിൾ പ്രോപ്പർട്ടി ഉണ്ട്, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഉണ്ട്. ഇപ്പൊ ഇതൊരു മൂവബിൾ പ്രോപ്പർട്ടിയാണ് ആട് എന്ന് പറയും. ആ ഇടയന്റെ ഓണർഷിപ്പാണ്. നമ്മളൊക്കെ ഇന്ന് there's a difference between possession and ownership. നമ്മൾ വീട് വാടകയ്ക്ക് എടുക്കുമ്പോൾ we are not owners, we are just possessing that. എന്നാൽ നമ്മൾ വീട് മേടിക്കുമ്പോൾ we are owners and we are possessing that. ഓണർഷിപ്പും പൊസഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. Here we are not just the possession of the shepherd, we belong, we are owned by the shepherd. ഈ ഒരു തിരിച്ചറിവാണ് പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിന്റെ കൈകളിലാണ് എന്ന് മാത്രമല്ല,
ഞാൻ ദൈവത്തിൻ്റെതാണ് എന്നുള്ള തിരിച്ചറിവാണ് യഹോവ എന്റെ ഇടയൻ, എനിക്ക് ഈ ഇടയൻ ഉള്ളത് കൊണ്ട് മുട്ടുണ്ടാകുകയില്ല എന്ന് പറയാനായിട്ട് സാധിക്കും. സോ വി ആർ ദ പ്രോപ്പർട്ടി ഓഫ് ഗോഡ് എന്നുള്ള ഒരു തിരിച്ചറിവ് ഇവിടെ ഉണ്ടാകണം. അതുകൊണ്ടാണ് എനിക്ക് മുട്ടുണ്ടാകാത്തത്. നമ്മൾ കുറച്ചു നാളത്തേക്ക് ഈ ഇടയന്റെ കൂടെ നടക്കുന്ന ഒരു കുറച്ചു നാളത്തെ ഒരു അറേഞ്ച്മെന്റ് ഉള്ള ഒരു ആടല്ല ഇത്. ഈ ഇടയന്റെ ആടായി തന്നെ നിൽക്കുവാനായിട്ട് വിളിക്കപ്പെട്ടിട്ടുള്ള അതാണ് ഞാൻ. എന്റെ പേര് ചൊല്ലി എന്നെ വിളിക്കുന്ന ഇടയനാണ് ഞാൻ. ഇടയന്റേതാണ്. ഐ ബിലോങ് ടു ദ ഷെപ്പേർഡ് എന്നുള്ള ഒരു അറിവ് നമുക്ക് ഈ പുനർവായനയിലൂടെ ഉണ്ടാകട്ടെ. അതുകൊണ്ടാണ് നമുക്ക് ഈ ഇടയന്റേതായി മാറുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതാണ് എനിക്ക് ഇന്ന് പ്രധാനമായിട്ടും ഒരു അനുഭവ സാക്ഷ്യമായിട്ട് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. അത് ഈ 3-ാമത്തെ വാക്യമാണ്. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം എന്നെ നീതിപാതകൾ നടത്തുന്നു. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ he restores my inner person and he leads me in the path of righteousness for his sake. തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. നമ്മുടെ എബി പറഞ്ഞു ഞാൻ ഒരു അഭിഭാഷകനാണ്. എബി ഇന്നലെ പറഞ്ഞു ഒരു അഭിഭാഷകന്റെ അടുത്ത് ഒരിക്കലും പോകരുത്, ഒരു ഡോക്ടറിന്റെ അടുത്ത് ഒരിക്കലും പോകരുത്, ഒരു പോലീസുകാരന്റെ അടുത്ത് ഒരിക്കലും പോകരുത്. കറക്റ്റ്. ഖാക്കി കോട്ട്, കാലാ കോട്ട് ഓർ സഫേദ് കോട്ട് സെ ദൂർ റഖോ. ഇതാണ് ഞങ്ങൾ ഇവിടെ ഹിന്ദിക്കാര് ഇവിടെ ഡൽഹി പറയുന്നത്. ഇതൊന്നും പോകരുത്. പക്ഷെ എന്നാൽ ദൈവം എനിക്ക് തന്നതായിട്ടുള്ള ഒരു നിയോഗം, ഞാനത് ഉപയോഗിച്ച പദം വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണ്. നിയോഗം, അസൈൻമെന്റ്, എ കമ്മീഷനിങ് ഈസ് ടു ബി തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പൊ ഞാൻ ഡൽഹിയിൽ വന്നതിന് ശേഷം അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് ഏകദേശം 24 വർഷം പൂർത്തിയാക്കി 25-ാമത്തെ വർഷത്തേക്ക് പ്രവേശിക്കുകയാണ്. ഏകദേശം 18 കൊല്ലത്തോളം കോടതികളിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ദൈവം എനിക്ക് അനുവാദം തന്നു. ഞാൻ പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട്, ഗോഡ്, എത്രയോ പേര് പല സ്ഥലങ്ങളിൽ ആയി നീ ആക്കി. ചിലരെ US-ലാക്കി, ചിലരെ ഇംഗ്ലണ്ടിലാക്കി, ചിലരെ ദുബായിലാക്കി. ഞാൻ പലപ്പോഴും ശില്പിയോടും ഒക്കെ സംസാരിക്കാറുണ്ട്. എവരിബഡി ഗോട്ട് 24 hours. ഈ 24 hours ഡിപ്ലോയ് ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഇൻകം അത്ര വലുതാണ്. US-ലും UK-ലും ദുബൈയിലും ഒക്കെ ഉള്ള ആൾക്കാരുടെ 17 times, 20 times, 50 times ഒക്കെ ഇന്ത്യൻ കറൻസി ആയിട്ട് നിൽക്കുകയാണ്. So what is the purpose that God has kept us in this place? വേറെ ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാഞ്ഞിട്ടാണോ? അപ്പോ പലപ്പോഴായിട്ട് ജീവിതത്തിന്റെ പല അവസരങ്ങളിൽ ദൈവം ഓർപ്പിച്ചെടുത്ത ഒരു വാക്യമാണ് ഇത് എന്നെ സംബന്ധിച്ച്. For his name's sake, for his name's sake, തിരുനാമം നിമിത്തം, for his name's sake, he has kept me here to walk in the path of righteousness. നീതിപാതകളിൽ സഞ്ചരിക്കുവാൻ ദൈവം എന്നെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നു. ഇതാണ് എന്റെ ഒരു സാക്ഷ്യം. ഞാൻ പലപ്പോഴായി പല രീതിയിൽ ചിന്തിച്ചിട്ടുണ്ട് കേസുകൾ എടുക്കുമ്പോൾ. കാരണം വക്കീലന്മാര് പൊതുവെയുള്ള അഭിപ്രായം കള്ളം പറയുന്നവരാണ്. പക്ഷേ എന്റെ ലൈഫിലെ എക്സ്പീരിയൻസിൽ എനിക്ക് കാണുവാനായിട്ട് സാധിച്ചത്, ഇഫ് യു ആർ going to be in the path of righteousness, you are going to be a sheep of the shepherd in that place. Praise the Lord. ദൈവം ആക്കി വെച്ചതായുള്ള സ്ഥലങ്ങളിൽ നീതിപാതകളിൽ നടത്തുവാന്ന ദൈവത്തെ തിരിച്ചറിയുമ്പോൾ you will be the Christ in the courts of India. ആരോ പറഞ്ഞതുപോലെ മറ്റുള്ളവർ വായിക്കുന്ന 4ാമത്തെ സുവിശേഷം നിങ്ങൾ മാത്രമായിരിക്കാം. You will be the only person, only Bible which other person may read. ഈ ഒരു അവബോധം എന്നെ എല്ലാ ദിവസവും ഭരിക്കുക.
every case that I deal, ഞാൻ കുറിപ്പക്കാരോട് പറയാം, don't think that any profession is a bad profession. And there is nothing called sacred and nothing called secular. We have been called to make every secular activity into a sacred act of worship. Every secular activity into a sacred act of worship. As a lawyer, as a policeman, as a doctor, as ഈ കോടതികളിലെ മുറികളിലേക്ക് കർത്താവിനെ കടന്നു ചെല്ലാൻ സാധിക്കുന്നത് എന്നിലൂടെയാണ് എന്നുള്ള അവബോധം. For his name's sake, I need to walk through the corridors of the courts of India എന്നുള്ള അവബോധം നമ്മളെ ഒരു കോടതി വരാന്തയിൽ ഒരു സുവിശേഷകനാക്കി മാറ്റുന്നു. This is what the calling of a lawyer is. So എന്നോട് പാസ്റ്റർമാരെ ചോദിച്ചപ്പോൾ, yes, I am in a ministry. My ministry is legal ministry. I want to be in the legal ministry. ഞാൻ ചില കഥകൾ പറയാം, സംഭവങ്ങൾ പറയാം. How you can be നീതിപാതകളിൽ ദൈവത്തിന് എങ്ങനെ നടത്താൻ എന്നെ കഴിഞ്ഞ കാലങ്ങളിൽ എന്നെ നടത്തിയത് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ അനുഭവങ്ങൾ പറയാം. കഥയാണ് ഇത്. കഥയെന്ന് പറയുമ്പോൾ അനുഭവങ്ങളാണ്. അനുഭവങ്ങളിനപ്പുറം ഒന്നുമില്ലല്ലോ. വാട്ട് ഈസ് ഈ പാസ്റ്റർമാർ KC ജോൺസ് പാസ്റ്ററൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. സാക്ഷ്യം പറയുക എന്ന് പറയും. പെന്തക്കോസ്ത് സഭയിലെ ഏറ്റവും വലിയ ഒരു കാര്യമാണ് സാക്ഷ്യം പറയുക. സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താ? ഈ പദം എവിടെ നിന്നാണ് കിട്ടിയത്? കോടതിയിൽ നിന്ന് കിട്ടിയ. സാക്ഷി എന്നുള്ളത് ഞാൻ കണ്ടതും ഞാൻ കേട്ടതും ഞാൻ അനുഭവിച്ചതും ഞാൻ തൊട്ടറിഞ്ഞതുമായ കാര്യത്തെ സംബന്ധിച്ച് ഞാൻ വേറൊരുവന്റെ മുമ്പിൽ അത് എന്താണ് കണ്ടതെന്നും എന്താണ് കേട്ടതെന്നും എന്താണ് അനുഭവിച്ചതെന്നും ഞാനത് വിളിച്ചു പറയുമ്പോൾ ഞാൻ ആ നടന്ന സംഭവത്തിന് സാക്ഷിയായി. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ 2 സാക്ഷികൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഏത് കാര്യവും പ്രൂവ് ചെയ്യുക എന്നുള്ളത് വേദപുസ്തക അടിസ്ഥാനമാണ്. അതുകൊണ്ടാണ് കർത്താവിനെ ക്രൂശിച്ചപ്പോൾ സാക്ഷികളെ കൊണ്ടൊന്ന് വിസ്തരിക്കാനായിട്ട് കൊണ്ടുവന്നത്. There is a trial of the witnesses. അതുകൊണ്ട് ദൈവം നമ്മളെ ആക്കുന്നത് ചില സാക്ഷ്യങ്ങൾ നിർവഹിക്കാനാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടത്, കേട്ടത്, അനുഭവിച്ചത്, പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ ഏത് രീതിയിലായിരുന്നു അത് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്കറിയാവുന്നറിയില്ല, ഒരു ആലുവ സ്വദേശി ഒരു ആന്റണി എന്ന് പറയുന്ന 6 പേരെ കൊന്ന ഒരു മനുഷ്യനെ ഞാൻ രക്ഷിക്കുകയുണ്ടായി എന്ന് പറഞ്ഞാൽ തൂക്കുമരത്തിൽ നിന്നാണ് രക്ഷിച്ചത്. എന്നോട് പലരും ചോദിച്ചു, ഈ 6 പേരെ കൊന്ന ഒരാളെ തൂക്കുമരത്തിൽ നിന്ന് എന്തിനു രക്ഷിച്ചു? ആ കഥ ഞാൻ പറയണമെങ്കിൽ എനിക്ക് ഒരു 2 സൂം മീറ്റിംഗിലും വേണം. വലിയ കഥയാ. എന്നാൽ പ്രസിഡന്റിന് ദയാഹർജി തള്ളി നാളെ കഴിഞ്ഞ് തൂക്കുമെന്ന് പറഞ്ഞ ആന്റണിയെ God ordained momental, I'll tell it's a God ordained momental. എന്നിലൂടെ ദൈവം പ്രവർത്തിച്ച ഒരു വലിയ സംഭവം ഉണ്ടായി. ഒരു തൂക്കുന്നതിന് മുമ്പ് തന്റെ ഹൈറ്റും വെയിറ്റും ഒക്കെ എടുത്ത് പൂജപ്പുര സെൻട്രൽ ജയിലിൽ തൂക്കാൻ വിധിക്കപ്പെട്ടതായിട്ടുള്ള ആന്റണി, കത്തോലിക്ക വിശ്വാസിയായ ആന്റണി അച്ഛനോട് കുമ്പസാരിച്ചു, അച്ഛാ ഞാനിത് ചെയ്തിട്ടില്ല, ഞാൻ നാളെ മരിക്കുകയാണ്. അച്ഛാ ഞാനിത് ചെയ്തിട്ടില്ല, ഞാൻ മരിക്കുകയാണ്. ഈ കുമ്പസാര രഹസ്യങ്ങളൊന്നും അച്ഛന്മാർ പുറത്തു പറയരുതാണ്. ഇത് കേട്ട് പരിഭ്രാന്തനായ ഒരു ഗോഡ് ഡിസ്റ്റർബ്ഡ് ആയ ഒരു പുരോഹിതൻ ഡൽഹിയിലേക്ക് ഓടി. ഡൽഹിയിൽ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ വന്ന് എങ്ങനെയെങ്കിലും ഇത് ചെയ്തിട്ടില്ല എന്നുള്ള കുമ്പസാര രഹസ്യം കേട്ട ഒരു മനുഷ്യന്റെ ഒരു തത്രപ്പാടിൽ അച്ഛൻ ഓടി എത്തുകയാണ്. അവിടെ സിറിയക് ജോസഫ് സാർ എന്നുള്ള നമ്മുടെ ജസ്റ്റിസിനെ കാണാൻ എത്തുകയാണ്. അവിടെ ചെന്നപ്പോ കാണാനില്ല. അദ്ദേഹത്തെ ട്രിപ്പിൽ പോയിരിക്കുകയാണ്. അവിടെ ഇരുന്ന് എപ്പോഴാണ് അദ്ദേഹം അവിടുത്തെ ഡയറക്ടറിയിലൂടെ നോക്കിയതാണോ അല്ലാതാണോ എന്ന് എനിക്കറിയത്തില്ല. അവിടെ ജോർജ് എന്ന സർനെയിമുള്ള ഒരു ലേഡിയെ കണ്ടു, ശോഭ ജോർജ്. അപ്പം ആ ശോഭ ജോർജ് എന്ന് പറയുന്ന ആൾ എൻ്റെ അമ്മായിയമ്മയാണ്, മദറില്ല. അവിടെ വർക്ക് ചെയ്യുന്ന സമയത്താണ്. അപ്പൊ അവരെ ചെന്ന് കണ്ടു അച്ഛൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്, എനിക്കൊരു വക്കീലിനെ വേണം ഡൽഹിയിൽ. അപ്പൊ അമ്മായിയമ്മമാർക്ക് മരുമക്കളെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയാലോ. അപ്പൊ അമ്മായിമാര് പറഞ്ഞു കാണുമ്പോ അവനെ കിട്ടുമെന്നൊന്നും അറിയത്തില്ല, അവൻ ഈ നാടുകളെയൊക്കെ നടക്കുന്നവനാണ്, എന്നാലും ഞാൻ പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ് പുള്ളിക്കാരത്തി എന്നോട് വന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ ഈ അച്ഛൻ എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛൻ ഇതിന്റെ ഡീറ്റെയിൽസ് കുമ്പസാര രഹസ്യം എന്ന് പറഞ്ഞാൽ കോടതിയിലൊന്നും നിൽക്കുകയല്ല, അച്ഛൻ ഇതിന്റെ എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസുമായിട്ട് വരാൻ പറഞ്ഞു.
ഈ അച്ഛൻ അത് കഴിഞ്ഞിട്ട് ഒന്നും വന്നില്ല. കാരണം 2 ദിവസം കഴിഞ്ഞ് അയാളെ തൂക്കിക്കൊല്ലുകയാണ്. അത് കഴിഞ്ഞുള്ള പിറ്റേ ദിവസം രാവിലെ ഞാൻ മലയാള മനോരമ പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു 5 കോളം ആർട്ടിക്കിൾ എന്റെ ലാസ്റ്റിൽ മലയാള മനോരമയുടെ ഒരു പേഴ്സൺ റൈറ്റർ എഴുതിയിരുന്നു, ആന്റണിക്ക് വേണ്ടി വാദിക്കാൻ ആരുമില്ല, ആന്റണി നാളെ തൂക്കിലേറുകയാണ്, അതിന്റെ ഭാര്യ വിട്ടുപോയി, അത് 6 പേരെ വലിയ വലിയ കഥയാണ്. ഈ ഒരൊറ്റ വാക്കിൽ എന്റെ കണ്ണുടക്കി. ആന്റണിക്ക് വേണ്ടി വാദിക്കാൻ ആരുമില്ല. ഞാൻ വിചാരിച്ചു, അന്ന് ഞാൻ വായിച്ച എന്റെ പേഴ്സണൽ മെഡിറ്റേഷനിൽ ഞാൻ നഗ്നനായിരുന്നു, നീ എന്നെ ഉടുപ്പിച്ചില്ല, നീ ഞാൻ ദാഹിച്ചിരുന്നു, എനിക്ക് ഉടുപ്പാൻ തന്നെ, ജയിലിലായിരുന്നു, എന്നെ കാണാൻ വന്നില്ല. ഞാൻ ജയിലിലായിരുന്നിട്ട് കാണാൻ വരാത്ത ആന്റണിയെ കുറിച്ചും ഒക്കെയുള്ള ചിന്ത എല്ലാം കൂടെ ഒരു വലിയ കോർഡിനേറ്റഡ് എഫേർട്ടിൽ എന്റെ മനസ്സിൽ കൂടെ നിന്ന് അഞ്ഞുപോയി. അപ്പോ ഞാൻ അവിടെ ഇരുന്ന് അപ്പം തന്നെ ഒരു പെറ്റീഷൻ എഴുതിയുണ്ടാക്കി. എന്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു, ഒരു RSSകാരൻ എന്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഒരു പെറ്റീഷണർ ആവണം, നിനക്ക് നല്ല പേരൊക്കെ കിട്ടും, നീ ഒന്ന് ആവണമെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ആന്റണിക്ക് വേണ്ടി ജോർജ് പോയി വാദിക്കണ്ട, അതുകൊണ്ട് ഈ നായരെ ഞാൻ ഏർപ്പാടാക്കി. നായരെ കൊണ്ട് ഇത് ഏർപ്പാടാക്കി എന്ത് പറയുന്നത്, സുപ്രീം കോടതിയിൽ ഒരു കേസ് അങ്ങ് ഫയൽ ചെയ്തു. ഇദ്ദേഹത്തിന് നീതി ലഭിച്ചിട്ടില്ല. എന്താണ് നീതി ലഭിക്കാത്തത് എന്നുള്ളതൊന്നും തീർച്ചയായിട്ടും പഠിക്കാതാണ് ഞാൻ അത് കൊണ്ട് ചെയ്തത്. എന്നെ കൊണ്ട് തോന്നിപ്പിച്ചത് ഫയൽ ചെയ്യണം. ഞാനത് പോയി ഫയൽ ചെയ്ത് അത് കോർട്ടിൽ ഹിയറിംഗ് വന്നു കഴിഞ്ഞപ്പോ ചീഫ് ജസ്റ്റിസ് എന്നോട് ചോദിച്ചു, ഹൗ ഡു യു സേ ദാറ്റ് ഇത് എല്ലാ കോടതി, കീഴ്ക്കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി, പ്രസിഡന്റ് ദയാഹർജി 4 സ്ഥലങ്ങളിൽ തെളിയ ഒരാൾ നീതിയിൽ കിട്ടിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും? അപ്പോഴാണ് വായിച്ച ഒരു കേസിന്റെ ഒരു ചെറിയ ഒരു ഭാഗം എനിക്ക് ഓർമ്മ വന്നത്. അതായത് യാക്കൂബ് മെനന്റെ കേസിൽ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നതിന് മുമ്പ്, തൂക്കിലേറ്റുന്നതിന് മുമ്പ് 1/2 മണിക്കൂർ ആ തൂക്കിലേറ്റുന്ന ആൾക്ക് 3 അംഗ ബെഞ്ചിന്റെ മുമ്പിൽ ഒരു ഹിയറിംഗ് കൊടുക്കണം എന്നുള്ള ഒരു പാരഗ്രാഫ് എനിക്ക് ഓർമ്മ. ഞാൻ പറഞ്ഞു, ഇയാൾക്ക് ഇത് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഈ 1/2 മണിക്കൂർ കൊടുക്കണം എന്ന് പറഞ്ഞു. എന്നോട് ചോദിച്ചു, ആർ യു ഷുവർ മിസ്റ്റർ ജോർജ്? I said, I think my lord, this is what has happened, kindly stay. എന്നോട് പറഞ്ഞു, if I stay, I will impose cost if you are telling the untruth. കോസ്റ്റ് അടിക്കും, നിങ്ങൾ 1 ലക്ഷം രൂപ നിങ്ങൾ കോടതി കെട്ടിവെക്കാൻ പറയും. ഞാൻ പറഞ്ഞു, my lords, give me 2 days, I will come back. ഒന്ന് സ്റ്റേ ചെയ്യാൻ പറയും. അങ്ങനെ തൂക്കിലേറ്റിരുന്ന ആന്റണിക്ക് സുപ്രീം കോടതി ഈ പെറ്റീഷന്റെ പുറത്ത് ഒരു സ്റ്റേ. ഇത് ഈ ചില സമയത്ത് മനുഷ്യനെ നമ്മള് ദൈവം ഭ്രാന്തന്മാരാക്കും. പറഞ്ഞാൽ അവന്റെ വിവേചന ബുദ്ധിക്ക് അതീതമായിട്ടൊക്കെ പ്രവർത്തിപ്പിക്കും. കാരണം നമ്മൾ ഈ ആട് ചില സമയത്ത് അങ്ങനെയൊക്കെ ഉണ്ടാവും. ഈ ആടിന് ഇടയിൽ ചില കാര്യങ്ങൾ നേടിയെടുക്കാറുണ്ട്. അപ്പോ ഞാൻ നേരെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് പോയി. ഒരു ഫ്ലൈറ്റ് എടുത്ത്, ഒരു പൈസ ആരും തരുന്ന കേസല്ല, നേരെ പോയി സെൻട്രൽ ജയിലിൽ ചെന്ന് കഴിഞ്ഞപ്പോ അവിടുത്തെ വാർഡൻ അപ്പൊ വളരെ ന്യൂസായി, ഇദ്ദേഹത്തിന്റെ ഇത് സ്റ്റേ ചെയ്തു എന്നൊക്കെ പറഞ്ഞു. ഞാൻ ആ ജയിലിന്റെ ഉദ്യോഗസ്ഥനെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അയാള് എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ കൈവോക്കും. ഞാൻ പറഞ്ഞു, ഈ മനുഷ്യൻ എന്റെ മുമ്പിൽ കൈവോക്കുന്നു. എന്തോ പറ്റി? എന്നോട് പറഞ്ഞു, സാർ, ഐ എം വെരി താങ്ക്ഫുൾ ടു യു. എന്താ ഞാൻ എന്ത് താങ്ക്ഫുൾനെസ് ഇതിനകത്ത് ചെയ്ത്? പുള്ളി പറഞ്ഞു, സാറേ, ഞാൻ കഴിഞ്ഞ 3 മാസമായിട്ട് ഉപവാസ, അയാൾ ഒരു CSI കാരനാണ്, ദക്ഷിണ കേരള മഹായിടവകയിലെ ഒരു CSI വിശ്വാസിയായ ജയിൽ സൂപ്രണ്ടാണ്. 3 മാസമായിട്ട് ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. ഞാൻ ഒരാഴ്ചക്കുള്ളിൽ റിട്ടയർ ആവും. എന്റെ റിട്ടയർമെന്റിനുള്ളിൽ ഒരു മനുഷ്യനെ എന്റെ കൈകൊണ്ട് തൂക്കിക്കൊല്ലരുതേ എന്നുള്ള ഒരു വലിയ പ്രാർത്ഥനയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. സാർ ഈ സ്റ്റേ മേടിച്ചുകൊണ്ട് ഞാൻ റിട്ടയർ ആവും, ഞാൻ രക്ഷപ്പെട്ടു, എനിക്ക് വലിയ ഉപകാരം. അങ്ങനെ ഞാൻ ആന്റണിയെ കണ്ടു. ടു കട്ട് ദി ലോങ് സ്റ്റോറി ഷോർട്ട്, ഈ കേസ് മുഴുവൻ എടുത്ത് പഠിച്ച് ഇതൊരു ചാക്ക് പേപ്പറാണ് എനിക്ക് കിട്ടിയത്. ഇതെല്ലാം കൂടെ പഠിച്ച് എനിക്കൊരു മലയാളി ഒരു ലോ ഇന്റേണെ കിട്ടി. നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയുമായിട്ട് ചേർന്ന് എനിക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിച്ചു. എന്ത് പറയണ്ടു, അവസാനം ആന്റണിയുടെ കൊലക്കയർ സുപ്രീം കോടതി 1/2 മണിക്കൂർ ഹിയറിംഗ് എന്നുള്ളത് 3 മണിക്കൂർ ഹിയറിംഗ് എനിക്ക് കിട്ടി. അതിലൂടെ കൊലക്കയറിൽ നിന്നും ആന്റണിയെ രക്ഷിച്ചു. ആന്റണിയെ രക്ഷിച്ചതല്ല ഇതിനകത്ത് വലിയ കാര്യം. ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോഴും പൂജപ്പുര സെൻട്രൽ ജയിൽ ആന്റണിയെ വിളിക്കുന്നത് സെയിന്റ് ആന്റണി എന്നാണ്. അവിടുത്തെ എല്ലാ ഇതും നടത്തുന്നത്, ധ്യാനങ്ങളൊക്കെ നടത്തുന്നത് ആന്റണിയാണ്. അപ്പം എന്നോട് പത്രക്കാര് ചോദിച്ചു, ഇതെന്താണ് ഇതിനകത്ത് ചെയ്യാനുള്ള ചെയ്ത വികാരം? ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞുള്ളൂ,
വേദപുസ്തകപരമായിട്ട് പറയുകയാണെങ്കിൽ എല്ലാവരും പാപം ചെയ്ത് ദൈവകോപത്തിന് വിധേയരായി തീർന്നു. യേശുക്രിസ്തുവിന്റെ മരണത്തിലൂടെയും വീണ്ടെടുപ്പിലൂടെയും ഉള്ള രക്ഷയിലൂടെ മാത്രമേ മനുഷ്യർ രക്ഷപ്പെടാൻ സാധിക്കൂ. എവറി പേഴ്സൺ ഈസ് ആക്ച്വലി ഗെറ്റിംഗ് റെഡി ഫോർ എ ഫൈനൽ ജഡ്ജ്മെന്റ്. കർത്താവായ യേശുക്രിസ്തു എന്നുള്ള അഡ്വക്കേറ്റ് ദൈവസന്നിധിയിൽ നമുക്ക് പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ നിൽക്കുവാനായിട്ട് സാധിക്കും. ഇത് വേദപുസ്തകം പറയുന്നതാണ്. അതുകൊണ്ട് ഈ ആന്റണി ഇന്നും വളരെയേറെ ബൈബിളിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ കഥയെല്ലാം ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി ആണെന്ന് ലോകത്തിൽ ഞാൻ മാത്രം വിശ്വസിക്കുന്നു എന്നുള്ളത് വേറെ സത്യം. ഒരാൾ 6 പേരെ ഒരു രാത്രി കൊണ്ട് കൊല്ലുക ഇമ്പോസിബിൾ ആണ് എന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. എങ്കിലും അതൊരു ഡിബേറ്റ് ആയിട്ട് അവിടെ നിൽക്കട്ടെ. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, ഈ നഷ്ടപ്പെടുന്ന ഒരു ആത്മാവിനെ തേടി നമ്മൾ എത്തിക്കഴിയുമ്പോൾ അവിടെയൊക്കെ ചില നീതിപാതകളാണ് അവിടെ നടക്കുന്നത്. ആ മനുഷ്യന്റെ ചില പ്രാർത്ഥനകളാണ് ചില നീതിപാതകളിലൂടെ എന്നെ നടത്തുവാനായിട്ട് ഇടയാക്കുന്നത്. അതുകൊണ്ട് ഇതുപോലെ കുറെ അനുഭവങ്ങൾ പറയാനായിട്ടുണ്ട്. ഒരു അനുഭവം എനിക്ക് പറയാനായിട്ട് സാധിക്കും. ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഈ ഹോമോസെക്ഷുവാലിറ്റി ലീഗലൈസ് ചെയ്യണം എന്ന് പറഞ്ഞ വലിയൊരു കേസ് നടക്കുക. ഇന്ന് സുപ്രീം കോടതിയിൽ പല ലോയർ ഫ്രണ്ട്സിന്റെയും മുമ്പിൽ നമ്മളൊരു ആൾക്കാര് വളരെ ലുക്ക് ഡൗൺ അപ്പോൺ us ബിക്കോസ് ഒരു ഞങ്ങള് വേദപുസ്തകപരമല്ല ഇത് എന്ന് വാദിക്കാനായിട്ട് അവിടെ എഴുതിച്ചത്. ദിസ് ഈസ് നോട്ട് ബിബ്ലിക്കൽ, ദിസ് ഈസ് സംതിങ് വിച്ച് ഈസ് നോട്ട് ബിബ്ലിക്കൽ എന്ന് പറയാനായിട്ട് ദൈവം അവസരം തന്നു. ഹു വിൽ സ്പീക്ക് വേർ യു നീഡ് ടു സ്പീക്ക് ദ ബിബ്ലിക്കൽ വാല്യൂസ്. അതുപോലെ ഹിമാചൽ പ്രദേശ് ഹൈക്കോടതിയിലെ ആന്റി കൺവേർഷൻ ലോയുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരു ഇതിൽ preaching of the gospel is an inseparable part of human Christian faith and practice എന്ന് പറയാനായിട്ടും, സുവിശേഷം പ്രസംഗിച്ചില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. മുസ്ലിം 5 പ്രാവശ്യം നിസ്കരിക്കുന്നത് പോലെ സുവിശേഷം പറയേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണെന്നും ആ സുവിശേഷം പറയുന്നതിലൂടെ മറ്റുള്ളവർ ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെടുകയും അവർ മനം മാറ്റത്തിലൂടെ മതത്തിലേക്ക് ക്രിസ്ത്യാനിയിലേക്കും വരുന്നത് ഒരു നാച്ചുറൽ കോൺസിക്വൻസ് ആണെന്ന് പറഞ്ഞ് വേദപുസ്തകം വായിക്കുവാനായിട്ട് അവിടെ ദൈവം അവസരം തന്നു. ഇത് ഞാൻ വേദപുസ്തകം വായിച്ചതിന്റെ വലിയ കാര്യമല്ല പറയുന്നത്. അവിടെ നടന്ന ഒരു കാര്യം, എന്നെ അവിടുത്തെ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറല് 3 ദിവസം കഴിഞ്ഞ് 4-5 ദിവസമുള്ള ആർഗ്യുമെന്റ് ആണ്. അത് സുബ്രഹ്മണ്യ സ്വാമിയൊക്കെ ആയിരുന്നു അഗേൻസ്റ്റ്. അത് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും കിട്ടും. ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഗൂഗിൾ ചെയ്തു പോകും. അപ്പം അതിനകത്ത് 2 ദിവസം കഴിഞ്ഞിട്ട് പുള്ളിയോട്, ജോർജ്, യു ആർഗ്യൂഡ് അബൌട്ട് ഗോസ്പൽ ആൻഡ് all these things, but tell me, what is the second coming of Christ? എന്നോട് ചോദിച്ചാണ്, what do you mean by second coming of Christ? അയാൾ വായിച്ചത് വേറെ വേദപുസ്തകത്തിന്റെ വേറെ ഏതോ ഭാഗമാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഏത് സാഹചര്യങ്ങളിൽ ദൈവം നമ്മളെ ആക്കി വെക്കുന്നോ അവിടെയൊക്കെ നമുക്ക് നീതിപാതകളിലൂടെ നടക്കുവാനും ഈ നീതിപാതകളിലൂടെ മറ്റുള്ളവരെ നടത്തുവാനും നീതി സ്ഥാപിക്കുവാനായിട്ടും ദൈവം ഈ എന്താ പറയാ പരീശന്മാരും ശാസ്ത്രിമാരെ പോലെ ചുങ്കക്കാരെ പോലൊക്കെ കരുതുന്ന ഞങ്ങളെയും എടുത്തുപയോഗിച്ചു. That is the beauty and magnanimity of the gospel. ഈ അഭിഭാഷകർ എന്ന് പറയുന്ന ഒരു ചുങ്കക്കാരെ പോലെ കാണുന്ന ഒരു കമ്മ്യൂണിറ്റിയെ ദൈവത്തിന് എടുത്ത് ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളത് എന്റെ ജീവിതത്തിൽ നടന്ന സംഭവമാണ്. സോ നീതിപാതകളിൽ എന്തിനു വേണ്ടിയാണ് നീതിപാതകൾ? എന്റെ നാമത്തിന് വേണ്ടിയാണ്. തിരുനാമം നിമിത്തം, for glory of his name, he led me in the path of righteousness. അതുകൊണ്ട് when a case comes to us, we may take up the case of the lost and the least. അങ്ങനെയുള്ള റേപ്പ് വിക്ടിംസിനെ എടുക്കാം, മർദ്ദിതരായിട്ടുള്ളവരുടെ ഇഷ്യൂസ് എടുക്കാം, സംഘടിച്ചു നിൽക്കുന്ന പല 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 കോസസിന് വേണ്ടി കുറേയധികം ഉണ്ട് പറയാനായിട്ട്. ഒക്കെ നിന്നപ്പോഴും എന്നെ ഭരിച്ചതായിട്ടുള്ള ഒരു വേദവാക്യം, തിരുനാമം നിമിത്തം എന്നെ നീതിപാതകളിൽ അവൻ നടത്തും. പ്രൈസ് ദി ലോർഡ്. തിരുനാമം നിമിത്തം എപ്പോഴും എന്നെ ആകർഷിച്ച് എന്നെ നിലനിർത്തുകയും വളരെയേറെ സെറ്റ് ബാക്കുകൾ ഉണ്ടാവാറുണ്ട്, വളരെയേറെ പ്രയാസങ്ങളുണ്ട്, ഒറ്റപ്പെടുത്തലുകൾ ഉണ്ടാവാറുണ്ട്, പൈസ കിട്ടാത്തതായിട്ടുള്ള ഉണ്ട്, തെറ്റിദ്ധാരണകൾ മനുഷ്യരുണ്ടാക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് യഹോവ എന്റെ ഇടയനാണെന്നും എനിക്ക് മുട്ടുണ്ടാകുകയില്ലെന്നും എന്റെ പ്രാണനെ എന്നെ കിടത്തുകയും എന്നെ നടത്തുകയും എന്നെ തണുപ്പിക്കുകയും എന്നെ ആശ്വസിപ്പിക്കുകയും എനിക്ക് വിരുന്നൊരുക്കുകയും എന്നെ അഭിഷേകം ചെയ്യുന്നതായിട്ടുള്ള ഇടയൻ എന്നെ നടത്തുന്നത് കൊണ്ട് അവന്റെ തിരുനാമം നിമിത്തം എന്നെ നീതിപാതകളിൽ ഓരോ ദിവസവും നടത്തുന്ന ദൈവകൃപയ്ക്കായി
സ്തോത്രം. അതുകൊണ്ട് ഞങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കണം, ഈ വക്കീലന്മാരെയൊക്കെ ഓർത്ത് വല്ലപ്പോഴും പ്രാർത്ഥിക്കണം. കാരണം ഇവരും ഈ സുവിശേഷം എത്താത്ത സ്ഥലമാണ് സുപ്രീം കോടതി, ഹൈക്കോടതി, കീഴ്ക്കോടതി, അഭിഭാഷക സമൂഹം. ഈ ലോകത്തിന്റെ അറ്റത്തോളം എന്ന് പറയുമ്പോൾ ഇവരും ആ ലോകത്തിൽ പെടുന്നവരാണ്. ഈ കക്ഷികൾ ജയിലിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത്. അവിടെ പാസ്റ്റർ ഉണ്ട്, അവിടെ ഇന്നിപ്പം ഇന്ത്യയിലാണെങ്കിൽ പെർസിക്യൂഷൻ കാരണം പാസ്റ്റേഴ്സിനെ പിടിച്ചിട്ടുണ്ട്. അവിടെ പല രീതിയിൽ അക്രമികളായിട്ടുണ്ട്, ചിലര് അക്യൂസ്ഡ് ആയിട്ടുള്ളവരുണ്ട്, ചിലർ അണ്ടർ ട്രയൽസ് ഉണ്ട്. ഇവിടെ ഒക്കെ ദൈവം പ്രവർത്തിക്കാനായിട്ട് ദൈവം നമ്മളെ ഓരോ സ്ഥലങ്ങളിലാക്കി വെച്ചിരിക്കുന്നതൊക്കെ ദൈവത്തിന് ചില നീതിപാതകളിലൂടെ ചിലരെ നടത്താനും നമ്മളെ അതിലൂടെ നടത്തിക്കൊണ്ട് പോകുന്നതുകൊണ്ട് ദൈവം നമ്മുടെ ഇടയനാകുന്നെന്നും അവൻ നമുക്ക് മുട്ടുണ്ടാകാതെ നമ്മളെ നടത്തുന്ന ദൈവമാണെന്നും മറ്റുള്ളവർക്ക് ഈ നല്ല ഇടയനെ പരിചയപ്പെടുത്തി കൊടുക്കുവാൻ ഉള്ള വലിയൊരു സുവിശേഷ താല്പര്യവും ദൈവത്തിന്റെ വലിയ മനസ്സുമാണ് ഇതിലുള്ളതെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന യങ്സ്റ്റേഴ്സ്, എ ലോയേഴ്സ് പ്രൊഫഷൻ ഈസ് നോട്ട് എ ലോയേഴ്സ് പ്രൊഫഷൻ. എ ലോയേഴ്സ് പ്രൊഫഷൻ ഈസ് ആസ് ഗുഡ് ആസ് എ പാസ്റ്റേഴ്സ് പ്രൊഫഷൻ. നീതിപാതകളിൽ നീതി ന്യായം എന്നുള്ളത് ഇറ്റ് ഇസ് എ ക്യാരക്ടർ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ഒരു സ്വഭാവമാണ് നീതി എന്നുള്ളത്, ദൈവത്തിന്റെ ഒരു സ്വഭാവമാണ് ജസ്റ്റിസ് എന്നുള്ളത്. അതുകൊണ്ട് ഈ സ്വഭാവത്തിൽ, അതുകൊണ്ട് നീതിപാത എന്ന് പറയുമ്പോൾ ദൈവ സ്വഭാവത്തിൽ നടത്തുവാൻ സമൂഹത്തെ നമ്മൾ ഒരുക്കുന്നത് ദൈവത്തിന്റെ മൈൻഡാണ്. ഇറ്റ് ഇസ് എ മൈൻഡ് ഓഫ് ഗോഡ്. സോ ഐ കോൾ അപ്പോൺ യു ടു ബിക്കം lawyers who can be evangelists. I call upon you to take up professions where others have not reached, where you will be able to proclaim this shepherd. എല്ലാവരും പാസ്റ്റേഴ്സ് കോളിംഗ് പലർക്കുണ്ട്, പല കോളിംഗ്. ഇപ്പൊ നമ്മുടെ സജിയും ഒക്കെ എഴുത്തിലും കാര്യങ്ങളിലും ഒക്കെ നിൽക്കുന്ന ആൾക്കാരാണ്. ഇതൊക്കെ there is various means and ways in which we can introduce the shepherd to these people. പക്ഷെ നമ്മൾ എവിടെയൊക്കെ ആക്കിയിരിക്കുന്നോ, there is no sacred place, there is no secular place. Every secular place need to be converted to a sacred place. That is what is our calling is. അതുകൊണ്ട് നമുക്ക് ഈ 23-ാമത്തെ സങ്കീർത്തനം ഇന്ന് തൊട്ട് വായിക്കുമ്പോൾ എന്റെ എന്നുള്ളതിന് മാറ്റി പേര് ചേർത്ത് വായിക്കാം. മനോജിന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം മനോജിനെ നീതിപാതകൾ നടത്തുന്നു. അതുകൊണ്ട് ദൈവമേ, ഈ നീതിപാത വിട്ട് അനീതിയുടെ പാതയിലേക്ക് ചലിക്കുവാൻ ഒരിക്കലും ഇടയാകരുത് എന്ന് പ്രാർത്ഥിക്കണമേ. നിങ്ങളുടെ പ്രാർത്ഥനയെ ഞങ്ങളെ ഓർക്കണം. കാരണം ഈ ചെയ്യുന്നത് ഒരു മിനിസ്ട്രി ആണെന്നുള്ള ഒരു കോളിങ്ങും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും വെച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇതിനകത്ത് ഓപ്പോസിറ്റ് സൈഡാണ് ദ ബെസ്റ്റ് പേ മാസ്റ്റേഴ്സ് ഫോർ എ ലോയർ. നമ്മുടെ സ്വന്തം കക്ഷിയെ വിറ്റാൽ ഏറ്റവും കൂടുതൽ കാശ് നമുക്ക് കിട്ടാവുന്ന ഒരു പ്രൊഫഷനാണ് ഞങ്ങളുടേത്. അപ്പൊ അതുകൊണ്ട് അനീതിയായി പ്രവർത്തിക്കാതിരിക്കാൻ, ഏറ്റവും ഭംഗിയായി നീതിമാർഗത്തിൽ നിലനിൽക്കാൻ ദൈവമേ, എനിക്ക് വടിയും കോലും ഇടയ്ക്കിടയ്ക്ക് എന്നിൽ ഉപയോഗിക്കണമേ. നിന്റെ വടി വെച്ചൊരു അടിയും കോല് കൊണ്ടൊരു തോണ്ടും ചിലതൊക്കെ നടത്തേണ്ട പാതയിൽ നടത്താൻ ദൈവമേ ഇടയാക്കണമേ എന്നുള്ള പ്രാർത്ഥന ഈ ഉള്ള അവസരങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഈ പാൻഡമിക്കുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞ പോലെ കൂരലിന് ചുറ്റുമല്ല, കൂരലിന് മേളിക്കൂടില്ല, കൂരലിനെ അവോയ്ഡ് ചെയ്തല്ല, കൂരലിനുള്ളിലൂടെ നടത്തുന്നതിനായ ഒരു നല്ല ഇടയനെ നമുക്ക് മുറുകെ പിടിക്കാം. ദൈവം നമ്മളെ ഈ കൂരലിന്റെ എല്ലാ അവസരങ്ങളിലൂടെയും നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അതിന് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി നമ്മളെ അനുദിനം വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. താങ്ക് യു മനോജ്. തന്റെ ജീവിതത്തിന്റെ അനുഭവത്തിലൂടെയും ദൈവം നടത്തിയ പാതകളിലൂടെയും വളരെ വ്യക്തമായി 23-ാം സങ്കീർത്തനം ശ്രേഷ്ഠകരമായി അത് മനനം ചെയ്യുകയും ധ്യാനം ചെയ്യുകയും അത് വ്യാഖ്യാനിക്കുകയും അത് പകർത്തി നൽകുകയും ചെയ്തതിന് വളരെ നന്ദി. 23-ാം സങ്കീർത്തനം മനോജ് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണാതെ പഠിച്ചിട്ടുള്ള സങ്കീർത്തനമാണ്. മാത്രവുമല്ല നമ്മുടെ ജീവിതത്തിന്റെ മേഖലകളിൽ അത് നമ്മെ ശരിക്കും പിടിച്ച് നടത്തിയിട്ടുള്ളതാണ്. അതിനകത്ത് 4-ാമത്തെ വാക്യം എന്റെ ജീവിതത്തിലും എന്നെ പിടിച്ചു കുലുക്കിയിട്ടുള്ള വാക്യമാണ്. 4-ാമത്തെ വാക്യം, 23-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം. Even though I walk through the valley of shadow of death, I will fear no evil. അതായത് ന്യൂ ഇന്റർനാഷണൽ വേർഷന് നോ ഇവിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനോജ് തർജ്ജമ ചെയ്ത ആ ഭാഷയിൽ പറഞ്ഞിരിക്കുന്ന നോ ഡിസാസ്റ്റർ എന്നാണ്. അത് കുറച്ചുകൂടെ മീനിങ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. I will fear no evil, I will fear no disaster, because you are with me, your rod and staff they comfort me. ദൈവത്തിന്റെ അതുല്യമായ കൃപയിലാണ് നമ്മൾ സൂക്ഷിക്കുന്നത്, ജീവിക്കുന്നത്. നമ്മൾ ഓരോ സമയത്തും നമ്മൾ വളരെ വ്യക്തമായി തന്നെ പറയണം. മനോജ് പറഞ്ഞതുപോലെ നമ്മുടെ പേരെടുത്ത് പറയണം, യഹോവ
എൻ്റെ എന്നുള്ളിടത്ത് നമ്മുടെ പേര് നമ്മൾ ഉപയോഗിക്കണം അവിടെ. ഇത്ര മനോഹരമായ അനുഗ്രഹീതമായ കാവ്യാത്മകമായ സങ്കീർത്തനം അതിൻ്റെ വാക്യങ്ങളിലൂടെ കടന്ന് തൻ്റെ ജീവിതത്തിലൂടെ നമ്മെ നല്ല ഭംഗിയായി അവതരിപ്പിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട ഞങ്ങളുടെ കുടുംബത്തിന്റെ അഭിമാനമായ പ്രിയപ്പെട്ട മനോജ്, അഡ്വക്കേറ്റ് മനോജ് വി ജോർജ്, അദ്ദേഹത്തിനോടുള്ള നന്ദി സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം കൂടുതൽ ശക്തീകരിക്കട്ടെ. നിൽക്കുന്ന പ്രൊഫഷണൽ ഒരു അനീതി പോലും വരാതെ നീതിയിലൂടെ തന്നെ നടത്തട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. നമുക്കിനി വീണ്ടും മനോജിൽ നിന്ന് കേൾക്കാം. ധാരാളം കേസുകളും മറ്റു കാര്യങ്ങളും ഒക്കെ മനോജിന് പറയാനുണ്ട്. നമുക്ക് ഒരു 2 അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ മനോജിനെ നമുക്ക് വീണ്ടും കൊണ്ടുവരണം, കേൾക്കാം. ധാരാളം കേൾക്കാനുണ്ട്, ധാരാളം അനുഭവങ്ങൾ, വേദപുസ്തകത്തിന്റെ പച്ചയായ സത്യങ്ങൾ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും. പ്രിയ മനോജ് വളർന്നു വന്ന സാഹചര്യം, വളർത്തിയ മാതാപിതാക്കളായ എൻ്റെ ഉപ്പാപ്പനും അതുപോലെ തന്നെ ലിസിമാമയും നല്ല ഒരു സഹോദരിയും ഇതെല്ലാം കൂടെ രൂപപ്പെടുത്തിയ ഒരു അനുഗ്രഹീതമായ ഒരു സുവിശേഷ കുടുംബമാണ് നമ്മുടെ എല്ലാവരുടെയും കുടുംബം. അതുപോലെ തന്നെ ഉപ്പാപ്പൻ ഞങ്ങളുടെ ഭവനത്തിലൊക്കെ വരുന്ന സമയത്ത് ഈ നമ്മുടെ കാതീട്ടുകാർക്കുള്ള അല്ലെങ്കിൽ നമ്മുടെ കൈപ്പള്ളി കുടുംബക്കാർക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭവനത്തിൽ വന്നു കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടേ പോവുകയുള്ളൂ. ആ പ്രാർത്ഥിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയൊരു പാട്ടിന്റെ ഒരു ശകലം കൂടെ പാടും. അതിലെ ഉപ്പാപ്പൻ പാടുന്ന ഒരു പാട്ട് എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്. ആദിയിങ്കൽ കൈപ്പാകിലും അന്ത്യമോ മധുരം അത്രേ, കാർമേഘത്തിനുള്ളിലും ഞാൻ മിന്നും സൂര്യ ശോഭ കാണും, പരപരമേശ വരമരുളീശ നീ അത്രേയൻ രക്ഷാസ്ഥാനം. യഹോവ എന്റെ ഇടയനാകുന്നു. ഞാൻ അത് രണ്ടും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം, ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ കൂരുരുൾ താഴ്വരയിൽ കൂടി നടന്നാലും, നമ്മുടെ മലയാളത്തിൽ അങ്ങനെയാണ് പറയുന്നത്, അതിന്റെ യഥാർത്ഥ മീനിങ് മരണ നിഴലിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ അനർത്ഥവും ഭയപ്പെടുകയില്ല. നമ്മുടെ ജീവിതത്തിൽ ഇനി നമുക്ക് അനർത്ഥങ്ങളുണ്ടെന്നുള്ളത് നമ്മൾ പേടിക്കണ്ട, പ്രയാസപ്പെടേണ്ട. ഡിസാസ്റ്റർ എന്നുള്ളത് മനോജ് വളരെ വ്യക്തമായി പറഞ്ഞു. ഈ കൊറോണ ഒരു ഡിസാസ്റ്റർ ആണ്. അതുപോലെ ഏത് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഒരു ഡിസാസ്റ്റർ ആണ്. എന്നാൽ കർത്താവ് പറയുന്നു, അതിനെക്കുറിച്ചൊന്നും നീ ഭാരപ്പെടേണ്ട, ദൈവം നമ്മെ നടത്തും. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ അനുഗ്രഹീതമായ മീറ്റിംഗിൽ സംബന്ധിച്ച എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഒരു 2 ഡേയ്സിന് മുമ്പ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുമായി സംസാരിക്കുമ്പോൾ ഈ സെയിം സങ്കീർത്തനം തന്നെയാണ് ഞങ്ങൾ വായിച്ച് പഠിക്കുവാൻ വേണ്ടി ശ്രമിച്ചത്. അത് ജസ്റ്റ് അതിൻ്റെ ഒരു ശകലം ഞാൻ ജസ്റ്റ് നിങ്ങളെ ഞാനൊന്ന് കാണിക്കാം. The Lord is The Lord is my shepherd, I shall not be in want. He makes me lie down in green pastures. He leads me beside quiet waters. He restores my soul. He guides me in the path of righteousness for his name's sake. Even though I walk through the valley of the shadow of death, I will fear no evil, for you are with me. Your rod and your staff, they comfort me. You prepare a table before me in the presence of my enemies. You anoint my head with oil, my cup overflows. Surely goodness and love will follow me all the days of my life, and I will dwell in the house of the Lord forever. The Lord is my shepherd, I shall not be in want. He makes me lie down in green pastures. He leads me beside quiet waters. He restores my soul. He guides me in the path of righteousness for his name's sake. Even though I walk through the valley of the shadow of death, I will fear no evil, for you are with me. Your rod and your staff, they comfort me. You prepare a table before me in the presence of my enemies. You anoint my head with oil. My cup overflows. Surely goodness and love will follow me all the days of my life, and I will dwell in the house of the Lord forever. ഇത് ഒരു 10 ടൈംസോളം ഞങ്ങൾ വായിച്ചു. കുഞ്ഞുങ്ങളെ കൊണ്ട് ഞാനത് വായിപ്പിച്ചു. മോള് 91 വായിച്ചത് എൻ്റെ ഇളയ മോളാണ്. രണ്ടാമത്തെ മോള് 91 സങ്കീർത്തനവും. ഞങ്ങൾ ഒരു വീക്ക്ലി ഒരു 3 to 4 hours ഈ ദൈവവചനം പഠിക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്താറുണ്ട്. അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മാതാപിതാക്കൾ അങ്ങനെയാണ് പഠിപ്പിച്ചത്.
ഞങ്ങള് പള്ളിയിൽ പോകുമ്പോഴും സൺഡേ സ്കൂളിലൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അന്ന് എന്താണ് പ്രസംഗിച്ചത്, ആ പ്രസംഗത്തിൽ നിന്ന് എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയത്, ഇതെല്ലാം ചോദിച്ച് ഒരു പേപ്പറിൽ എഴുതി പപ്പയുടെ അടുത്ത് കൊടുത്തെങ്കിൽ മാത്രമേ പപ്പയ്ക്ക് സന്തോഷമാകത്തുള്ളൂ. അന്ന് ചെറുപ്പത്തിൽ അങ്ങനെ ചെയ്തത് ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ ഗുണമായി തീർന്നു. പ്രിയ ദൈവമക്കളെ, ഗുജറാത്തിന്റെ മധ്യത്തിലൂടെ ഞാൻ കടന്നു പോകുന്ന സമയത്ത് ഒരു സൈക്ലോണ്, ഭൂകമ്പം, നാച്ചുറൽ കലാമിറ്റീസ് പ്ലസ് ഹ്യൂമൻ മെയ്ഡ് കലാമിറ്റീസ്, ഇതിന്റെ മധ്യത്തിലൂടെ കടന്നു പോയപ്പോൾ ഈ 4-ാം വാക്യമാണ് എന്നെ വഴി നടത്തിയത്. യാതൊന്നും പറ്റാതെ കർത്താവിന്റെ കരങ്ങളിൽ സൂക്ഷിച്ചു. നമ്മുടെ ജീവിതയാത്രയിൽ ദൈവം എപ്പോഴും സൂക്ഷിക്കുന്ന ദൈവമാണെന്ന് രുചിച്ചറിഞ്ഞു. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് മനോജ് സംസാരിക്കുമ്പോൾ തന്നെ എത്ര പേര് ഹല്ലേലൂയ പറഞ്ഞു കാണും, എത്ര പേര് മനസ്സിൽ എന്റെ ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞു കാണും. ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞു, കാരണം ഓരോ വാക്കുകളും എന്നെ ത്രസിപ്പിക്കുന്ന വാക്കുകളാണ്. ദൈവവചനം ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും അതിന്റെ മാധുര്യം കൂടിക്കൂടി വരികയാണ്, അത് നമ്മോട് ചേർന്ന് നിൽക്കുകയാണ്. 84-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞൊരു കാര്യം ഓർക്കുന്നില്ലേ? അവൻ എന്നോട് പറ്റിച്ചേർന്ന് നിൽക്കാൻ ഞാൻ അവനെ വിടുവിക്കും, 91-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയ്ക്കും കുറവ് വരുത്തുകയില്ല. നീതി പാതയിലൂടെ നടക്കുന്നവർ സന്തോഷത്തോടെ ജീവിക്കുവാനും മുൻപോട്ട് പോകുവാനും സാധിക്കും. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമുക്ക് ലഭിച്ച നല്ല അനുഭവത്തിനായി നന്ദിയോടെ സ്തോത്രം. ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ, ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. നമ്മുടെ കുടുംബങ്ങളെല്ലാം ഒരു ആലയമായി, പ്രാർത്ഥനാലയമായി, ബൈബിൾ പഠിക്കുന്ന ഒരു ആലയമായി തീരട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ക്ലോസിംഗ് പ്രയറിലേക്ക് കടക്കാം. അതായത് മനോജ് പ്രത്യേകം പറഞ്ഞു, എന്നെ ഇപ്പോൾ ആക്കിയിരിക്കുന്ന തിരുനാമം നിമിത്തം, യേശുവിന്റെ നാമം നിമിത്തം ഞാനിപ്പോൾ ഒരു അഡ്വക്കേറ്റ് ആയിട്ട് ഇരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ലഭിച്ചിരിക്കുന്ന തൊഴിലുകളിൽ നമ്മൾ എല്ലാവരും പറയണം, ബിക്കോസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഐ ആം ഇൻ ദിസ് ജോബ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനം, അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനം എന്ന് പറയുന്നത് 200-250 പേരോളം ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. ഞങ്ങളുടെ ആനുവൽ ഗെറ്റ് ടുഗദറിന് ഏറ്റവും കൂടുതൽ വിളമ്പുന്ന ഒരു കാര്യമാണ് മദ്യം. ഇവിടെ ദുബായിലൊക്കെ ആണെങ്കിൽ അതിനുള്ള യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല. പ്രത്യേകിച്ച് ഒരു ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ അത് വിളമ്പാൻ പറ്റും. ഞാൻ ഇതുവരെയും ആദ്യത്തെ ഒരു പ്രാവശ്യം, അതായത് 10 years ബിഫോർ ദ ഫസ്റ്റ് ടൈം, എനിക്ക് അറിയത്തില്ലായിരുന്നു, ഞാൻ പോയി. അതിനുശേഷം പിന്നെ ഞാൻ പോയിട്ടില്ല. ഞാനും കുടുംബവും ഈ മീറ്റിങ്ങിന് ഞങ്ങൾ പോയിട്ടില്ല. ഈ മീറ്റിങ്ങിൽ പോകാതിരുന്നാൽ ഭയങ്കരമായ നഷ്ടങ്ങളുണ്ട്. അതായത് അന്നാണ് ഏറ്റവും കൂടുതൽ പ്രസന്റുകൾ കിട്ടുന്നത്, അന്നാണ് നമ്മുടെ ഇൻക്രിമെന്റ് പ്രഖ്യാപിക്കുന്നത്, അന്ന് വരാത്തവർക്ക് ഇൻക്രിമെന്റ് ഇല്ല, അന്നാണ് ബോണസ് പ്രഖ്യാപിക്കുന്നത്, വരാത്തവർക്ക് ബോണസ് ഇല്ല. അപ്പൊ ഞാൻ ഓർത്തു, ഈ പറഞ്ഞ കാര്യങ്ങളാണോ അതോ ദൈവം പറഞ്ഞ കാര്യമാണോ നമ്മൾ നോക്കേണ്ടത്? അങ്ങനെ ഞാൻ വൈഫും കുഞ്ഞുങ്ങളുമായിട്ട് സംസാരിച്ചപ്പോൾ ഇങ്ങനെ ഞങ്ങളൊരു തീരുമാനം എടുത്തു, ദൈവത്തെ വിട്ടകന്നുള്ള യാതൊരു വരുമാനവും നമുക്ക് വേണ്ട, ദൈവത്തെ വിട്ടകന്നുള്ള യാതൊരു സ്രോതസ് നമുക്ക് വേണ്ട. അതൊന്നും ഒരിക്കലും ഒരു ഗുണം ചെയ്യുകയില്ല. നമുക്കൊരു 10 ലക്ഷമോ 20 ലക്ഷമോ 30 ലക്ഷമോ കിട്ടിയാലും അതുകൊണ്ടൊന്നും ജീവിക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കി ഞങ്ങൾ വേണ്ട എന്ന് തന്നെ വെച്ചു. 9 വർഷം കഴിഞ്ഞു. 3 years ബിഫോർ എനിക്ക് മീറ്റിംഗിൽ സംസാരിക്കാൻ വേണ്ടി ഒരു അവസരം കിട്ടിയപ്പോൾ, ഹയർ മാനേജ്മെന്റുകളാണ് സംസാരിക്കുന്നത്, പക്ഷെ എനിക്ക് മീറ്റിംഗിൽ സംസാരിക്കാൻ അവസരം കിട്ടിയപ്പോൾ ഞാൻ വളരെ വ്യക്തമായി അവരോട് പറഞ്ഞു, നിങ്ങൾ ദയവ് ചെയ്ത് ഈ സ്ഥാപനത്തിൽ മദ്യം വിളമ്പുന്നത് നിർത്തണം, ആനുവൽ ഗെറ്റ് ടുഗദറിന് മദ്യം വിളമ്പുന്നത് നിർത്തണം എന്ന് വളരെ കരഞ്ഞ് പറഞ്ഞു. പക്ഷെ ആരും ചെവിക്കൊണ്ടില്ല. പക്ഷെ 3 years ബിഫോർ കമ്പനി ഒരു തീരുമാനമെടുത്തു, ഇനി നമ്മുടെ ഓഫീസിലോ പ്ലാന്റിലുമുള്ള ആരും മദ്യം ഉപയോഗിക്കരുത്. മദ്യം അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. മാത്രവുമല്ല, ഒരു ഡോക്ടറെ മദ്യം കഴിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഡോക്ടറെ കമ്പനി നിയോഗിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 250 വ്യക്തികൾ ഉള്ളിടത്ത് ഒരു വ്യക്തിയുടെ വാക്ക്, ഞാനൊരു അത്ര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വ്യക്തി പോലുമല്ല, പക്ഷേ വാക്ക് കേൾക്കണമെങ്കിൽ ജീസസ് ക്രൈസ്റ്റ് ഈസ് അലൈവ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവം ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു നമ്മളിലൂടെ, നമുക്ക് പറയുവാൻ സാധിക്കണം. അതുപോലെ തന്നെ മറ്റൊരു സന്ദർഭത്തിൽ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ അടങ്ങുന്ന ഒരു മതസൗഹാർദ്ദ വേളയിൽ എല്ലാ നേതാക്കന്മാരും അത് ഒന്നാണ്, ഇതൊന്നാണ്, ഒരുമിച്ച് പോകേണ്ടതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനും അതെല്ലാം ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്ന അവസാനം എനിക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം വന്നപ്പോൾ ഞാൻ നമ്മുടെ പത്രോസും യോഹന്നാനും സന്നിധിയും സംഘത്തിന്റെ മുൻപാകെ പറഞ്ഞ ആ വാക്കുകളെ പെട്ടെന്ന് ഞാൻ ഓർത്തു. ഞാൻ ഇപ്രകാരം പറഞ്ഞു, നമ്മളെല്ലാവരും സഹോദരന്മാരാണ്, എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമായിട്ടുണ്ട്, എൻ്റെ യേശുവാണ്. ആ യേശുവിനെ പോലെ മറ്റൊരുത്തനില്ല,
You cannot actually എന്താ പറയുക കമ്പയർ വിത്ത് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് സം അതർ. നോ. ഒരു കാര്യം കൂടെ വളരെ വ്യക്തമായി പറയാം. രക്ഷ പ്രാപിക്കുവാൻ ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ യേശു എന്നുള്ള നാമം മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇത് പറയാനുള്ള ധൈര്യമില്ല എങ്കിൽ ഒരു മതസൗഹാർദ്ദ മീറ്റിംഗിലും പോകരുത് ഒരു ക്രിസ്തീയ വിശ്വാസി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന മേഖലകളിലൊക്കെ ദൈവത്തിന്റെ സാക്ഷിയായി മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ഇന്നത്തെ മീറ്റിംഗിൽ സംബന്ധിച്ച് എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അടുത്ത നമ്മുടെ മീറ്റിംഗ് വരുന്നത് നെക്സ്റ്റ് സെക്കൻഡ് സാറ്റർഡേ ഇതേ സമയത്ത് തന്നെയായിരിക്കും. ഇന്ന് നമ്മുടെ കൂടെയുള്ള എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ക്ലോസിംഗ് പ്രയറിനായി ഞാൻ പ്രിയ ബ്രദർ സജി മത്തായിയെ ഞാൻ ക്ഷണിക്കുകയാണ്. അതിനുശേഷം ആശീർവാദം എറണാകുളത്തെ ഉപ്പാപ്പന്റെ ആശീർവാദത്തോടു കൂടി നമ്മുടെ ഇന്നത്തെ മീറ്റിംഗ് അവസാനിക്കും. അങ്ങോട്ടേ സജി അങ്ങോട്ടേ ബ്രദർ സജി ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? അദ്ദേഹത്തിന്റെ സ്റ്റിൽ ആയിപ്പോയി. ഐ തിങ്ക് ഹി വിൽ റീജോയിൻ. Okay. Recording in progress. ഇടയ്ക്ക് നെറ്റ് പോയാൽ റിയലി സോറി. ഓക്കെ, തുടങ്ങാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. നീ ഇത്രത്തോളം ഞങ്ങളെ കാക്കുകയും പരിപാലിക്കുകയും ജയോത്സവമായി നടത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നീ ഞങ്ങളുടെ കൂടെ ഇരുന്നു, ഞങ്ങളെ പരിപാലിച്ചു. ഞങ്ങളുടെ പിതാക്കന്മാരോട് ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാനും കൃപ ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്നു. നീ നല്ല ഇടയനായി നീ ഞങ്ങളുടെ കൂടെ ഇരുന്നു. പ്രശ്നങ്ങളുടെ മധ്യേ, പ്രതികൂലങ്ങളുടെ മധ്യേ ദൈവമേ, നീ ഞങ്ങളെ നീതിപാതകളിലൂടെ നടത്തി ഇത്രത്തോളം ഞങ്ങളെ നീ പരിപാലിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാ മേച്ചിൽ പുറങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രാണനെ നീ തണുപ്പിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ശത്രുക്കളുടെ മുന്നേ ഞങ്ങൾക്ക് മേശ ഒരുക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ ആലയത്തിൽ വസിപ്പാൻ തലമുറ തലമുറയായി ഞങ്ങളെ നീ തിരഞ്ഞെടുത്തതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ തന്നെ താഴ്ത്തി പരമേൽപ്പിക്കുന്നു. പ്രിയ ദൈവമേ, മനോജ് വി ജോർജ് അച്ഛനായി സ്തോത്രം ചെയ്യുന്നു. നീ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം, കഴിഞ്ഞ നാളുകളെല്ലാം ദൈവമേ ശ്രേഷ്ഠമായി പ്രിയ ദേവദാസനെ നീ നീതിപാതകളിലൂടെ നടത്തുവാൻ, അനേകരെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാൻ നീ ഇടയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. ഏർപ്പെട്ടിരിക്കുന്ന പ്രൊഫഷണൽ ദൈവത്തിന്റെ കൃപ കൂടിയിരിക്കുമാറാകണമേ. ക്രിസ്തുവിനായി ഇനിയും തിളങ്ങുവാൻ ഇടയാക്കണമേ. അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ കുടുംബമായി അവരെ അനുഗ്രഹിക്കുമാറാകണമേ. അവിടെയുള്ള ഡൽഹിയിലുള്ള ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, പ്രത്യേകിച്ച് ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഞങ്ങൾ അവിടങ്ങളായി കാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിദേശത്തായിരിക്കുന്നവർക്കായി സ്തോത്രം. ദൈവമേ, കേരളത്തിലായിരിക്കുന്നവർക്കായി സ്തോത്രം. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്നവർക്കായി സ്തോത്രം. അടുത്ത ഞങ്ങളുടെ കൂടി വരവോളം ദൈവത്തിന്റെ കൃപയ്ക്കുള്ളിൽ ഞങ്ങളെ മറച്ചുകൊള്ളുമാറാകണമേ. യേശുവിന്റെ രക്തത്താൽ ഞങ്ങളെ പൊതിയുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഞങ്ങളുടെ തല എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കാതെ സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, പ്രത്യേകിച്ച് ദൈവമേ രോഗത്താൽ ഭാരപ്പെടുന്ന ആരെങ്കിലും ദൈവമേ ഞങ്ങളുടെ ഭവനങ്ങൾ ഉണ്ടെങ്കിൽ നിന്റെ വചനം അയച്ചവരെ സൗഖ്യമാക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്താൽ ഞങ്ങളെ നിറയ്ക്കുമാറാകണമേ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ഗേഡിയുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനയും കേട്ടനായ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. അൺമ്യൂട്ട് ആണ് ഉപ്പാപ്പ, പറഞ്ഞോളൂ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൃപയും നാം എല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം സകലത്തിലും ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരെ. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും വീണ്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ദൈവത്തിന്. ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്മുടെ വടശ്ശേരിക്കര അപ്പച്ചന്റെ കൊച്ചുമോൾ ജെനിയുടെ വിവാഹമായിരുന്നു ഇന്ന്. കോവിഡിന്റെ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ച് 20 പേർക്ക് മാത്രം പങ്കെടുക്കാവുന്ന രീതിയിലായിരുന്നു വിവാഹം നടത്തിയത്. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച പ്രിയപ്പെട്ട ജെനിയും റോബിനും ദൈവം എല്ലാവിധമായ കുടുംബ അനുഗ്രഹങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കുടുംബ ജീവിതത്തിലേക്ക് സ്റ്റെപ്പ് ചെയ്തിരിക്കുന്ന അവരെ ദൈവം കൂടുതലായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഇനി കുറച്ചു നേരം സംസാരിച്ചിരിക്കാനുള്ള സമയമുണ്ട്. ഇന്ന് പുതുതായിട്ടൊക്കെ പല ആളുകളും കടന്നു വന്നു. എല്ലാവരെയും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഒരു ദിവസം നമ്മുടെ ഫാമിലിയെ മുഴുവൻ പഠിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഡീറ്റെയിൽസും വിത്ത് ഫോട്ടോസ് അതിന്റെ ട്രീ ഉണ്ടാക്കാനുള്ള ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആളുകളെ മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. ഇപ്പൊ ഈ ഒരു സൂം മീറ്റിംഗ് മുഖാന്തരം നമുക്ക് എത്ര ആളുകളെയൊക്കെ മനസ്സിലാക്കുവാൻ സാധിച്ചു അല്ലേ? തീർച്ചയായിട്ടും അതൊരു വലിയൊരു അനുഗ്രഹമാണ്. നമുക്കൊരു നല്ലൊരു അനുഗ്രഹമാണ് നമ്മുടെ കുടുംബാംഗങ്ങളെയൊക്കെ ഒന്ന് കണ്ടിട്ട് ആ സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. നമുക്ക് ഒരുമിച്ച് നമ്മുടെ ഈ പ്രാർത്ഥന മന്ത്ലി ഒരു പ്രാവശ്യമേ ഉള്ളൂ, സെക്കൻഡ് സാറ്റർഡേ. നമ്മൾ തീർച്ചയായിട്ടും ഏറ്റവും അനുഗ്രഹപ്രദമായി മുമ്പോട്ട് തന്നെ കൊണ്ടുപോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിക്കട്ടെ, പരിപാലിക്കട്ടെ. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ ഇതിൽ നിന്ന് മാറും. പക്ഷെ നിങ്ങൾക്ക് ഇത് അവസാനം വരെ എത്ര മണി സമയം വരെയും ഇത് ഓപ്പൺ ആണ്, സംസാരിച്ചിരിക്കാം. അവസാനത്തെ ആൾ പോകുന്നത് വരെയും നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സംസാരിച്ചിരിക്കാം. ഞാൻ ഒരു ഫാമിലിയെ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തട്ടെ. ഈ ഫാമിലി നമ്മുടെ തൃശ്ശൂർ അമ്പലക്കാല ഉപ്പാപ്പന്റെ കൊച്ചുമോളാണ്. അവരിപ്പോൾ തൃശ്ശൂരിൽ പീച്ചി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഹസ്ബൻഡിന്റെ പേര് എബി എന്നാണ്. വൈഫ് ജെസി, 2 കുഞ്ഞുങ്ങൾ ഡാനിയേൽ ആൻഡ് ഡാൻ. അവര് ആ സ്ഥലത്ത് താമസിക്കുന്നു. ഇന്ന് നമ്മളുടെ മീറ്റിംഗിലേക്ക് വന്ന നിങ്ങളോടുള്ള നന്ദിയും സ്നേഹവും ഞങ്ങൾ അറിയിക്കുന്നു. ഞങ്ങളുടെ മീറ്റിംഗിൽ എല്ലാ സെക്കൻഡ് സാറ്റർഡേയും വരണമെന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ബാങ്കിലാണ് എന്ന് വിചാരിച്ച് ഞങ്ങൾ പൈസ ഒന്നും ഞങ്ങൾ ചോദിക്കത്തില്ല. തീർച്ചയായിട്ടും എവരിതിങ് ആക്ച്വലി ഫ്രീ ആണ്. നമ്മുടെ ഈ ഒരു കൂട്ടായ്മയ്ക്കകത്ത് പണം എന്നുള്ള ഒരു കാര്യം ഇല്ല. അത് പ്രത്യേകം ഓർക്കുക. ഓൺലി പ്രയർ, ദ പ്രയർ. നമ്മൾ പ്രാർത്ഥിക്കുക, ആരാധിക്കുക, ഇത് മാത്രമേ ഉള്ളൂ. ദർ ഈസ് നോ അതർ അജണ്ട, ഓൺലി പ്രയർ. തീർച്ചയായിട്ടും അടുത്ത മീറ്റിംഗിൽ നിങ്ങൾ തീർച്ചയായിട്ടും വരണം. മക്കളെ 2 പേരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സംസാരിച്ചിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും സംസാരിച്ചിരിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാറേ, നല്ല പ്രസംഗമായിരുന്നു. താങ്ക് യു. നല്ല ആലോചനയായിരുന്നു. ഓക്കെ, നല്ല 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 മെസ്സേജ് ആയിരുന്നു. താങ്ക് യു. ഒത്തിരി നാളുകൾക്ക് ശേഷം പിന്നെയും ഇങ്ങനെ കേൾക്കാൻ കഴിഞ്ഞ സന്തോഷം. താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. 2 ആഴ്ചക്ക് മുമ്പാണ്